Good morning, my dear students. Today we are going to discuss about the new chapter from the macro side, income determination or determination of income and employment. നമ്മൾ മൈക്രോ സൈഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി മാക്രോ സൈഡിൽ 3 ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്. അതിൽ ഇൻകം ഡിറ്റർമിനേഷൻ, ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് സ്കോപ്പ്, ദെൻ ഓപ്പൺ എക്കോണമി, മാക്രോ എക്കണോമിക്സ്. ഈ 3 ചാപ്റ്ററും വളരെ കോറിലേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ലാസ്റ്റ് ഈ 3 ചാപ്റ്റർ എടുക്കുന്നത്. കാരണം ഇതിൽ ഒരു ഇക്വേഷനോട് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ആ നാഷണൽ ഇൻകം എന്ന് പറയുന്നതിൽ നാഷണൽ ഇൻകം ഈസ് ഇക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എൻ എക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അഗ്രിഗേറ്റ്, അല്ലെങ്കിൽ നമ്മൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ടേം പഠിച്ചിട്ടുണ്ട് നാഷണൽ ഇൻകത്തിൽ. അതിനോട് റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു 3 ചാപ്റ്റർ ഒരുമിച്ചെടുക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ മെയിനായിട്ട് നമുക്ക് എന്തെല്ലാം ആണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിലേക്ക് പോവാം. ഏറ്റവും ആദ്യം ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാക്രോ എക്കണോമി ഈസ് ടു ഡെവലപ്പ് ദ തിയററ്റിക്കൽ ടൂൾസ് ഓർ മോഡൽ. നമ്മൾ എക്കോണമിയിൽ മാക്രോ എക്കണോമിക്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു എയിം എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കലാണ്, അല്ലെങ്കിൽ തിയററ്റിക്കൽ ടൂൾസ് ഉണ്ടാക്കലാണ്, അതിൽ തിയററ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. സോ ഈ മോഡൽ എന്താണ് ചെയ്യുന്നത്? The model attempt to provide the theoretical explanation to the question such as what the causes period of slow growth or recession in the economy or increase in the price level, rise in the unemployment. നമ്മുടെ എക്കോണമിയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിൻ്റെ കാരണം എന്താണ്, അതേപോലെ തന്നെ റിസഷൻ പീരീഡിനെ അല്ലെങ്കിൽ സ്ലോ ഗ്രോത്ത് ഓഫ് റിസഷൻ അതേപോലെ പറയുന്നുണ്ട് ഇവിടെ എക്കോണമി ഓർ ദ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ലെവൽ, സാധനങ്ങൾക്ക് വില നിലവാരം വർദ്ധിക്കാനുള്ള കാരണങ്ങളും എന്താണ്. ഇത്തരത്തിലുള്ള ഓരോ മാക്രോ എക്കണോമിക് പ്രോബ്ലംസിനെ ആ മാക്രോ എക്കണോമിക് പ്രോബ്ലംസിൻ്റെ തിയററ്റിക്കൽ മോഡലുകൾ ഉണ്ടാക്കുകയും ഈ തിയററ്റിക്കൽ മോഡലിലൂടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു ഫൈനൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻസൊക്കെ തിയററ്റിക്കൽ മോഡലിലൂടെ നൽകാൻ കഴിയുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിനായിട്ടുള്ള ഒരു സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഡിറ്റർമിനേഷൻ ഓഫ് അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, പ്രൈസ് ലെവൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എംപ്ലോയ്മെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് എന്താ, ഒരു തിയററ്റിക്കൽ മോഡൽസ് ഉണ്ടായിരിക്കും. ആ തിയററ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ചുകൊണ്ട് എക്കോണമിയിൽ വരുന്ന പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊക്കെ അത് നൽകാനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്റർ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഭാഗത്തിലേക്ക് പോവാം. ഇതിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യണത് നമുക്ക് ഏതൊരു മാക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇക്വേഷൻസും അതേപോലെ തന്നെ ലൈൻ ആൻഡ് ഗ്രാഫ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻസ് ആൻഡ് ഗ്രാഫ്സ് ആർ ദ ഇന്നെവിറ്റബിൾ ഇൻ എക്കണോമിക്സ്, പ്രത്യേകിച്ച് മാക്രോ എക്കണോമിക്സിലെ ഗ്രാഫുകളാണ്. അപ്പോൾ നമുക്കിവിടെ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് വേരിയബിൾ ത്രൂ ദ ഇക്വേഷൻസ് ആൻഡ് ഗ്രാഫിന് എന്ത് വേണ്ടി വരും ഇവിടെ പറയുന്നുണ്ട്. വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റുഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്കണോമിക് വേരിയബിൾ ത്രൂ ദ ഇക്വേഷൻസ് ആൻഡ് ഗ്രാഫ്. ഗ്രാഫുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും പറയുന്നത് എക്കണോമിക് വേരിയബിൾസൊക്കെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഇക്വേഷൻ ഏതാണെന്ന് പറയാം, ലീനിയർ ഇക്വേഷൻ എന്നാണ്. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈസ് ഇക്വൽ ടു a പ്ലസ് ബി എക്സ് എന്നതാണ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ y ഈസ് ഇക്വൽ ടു a പ്ലസ് ബി എക്സ് ഈസ് ദ ലീനിയർ ഇക്വേഷൻ ബിക്കോസ് ഇറ്റ്സ് ഗ്രാഫ് വിൽ ബി സ്ട്രേറ്റ് ലൈൻ ആസ് ഷോൺ. അപ്പോൾ ഇവിടെ തന്നതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാഫ് ഒരു റെഡ് ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫിൻ്റെ മുകളിലൂടെ ഞാനൊന്ന് വരയ്ക്കാം. ആ വരയ്ക്കുന്ന ഈ ലൈൻ ഒരു ലീനിയർ ലൈനാണ്, ലീനിയർ സ്ട്രേറ്റ് ലൈനാണ് വരേണ്ടത്. ഞാൻ വരച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടാവാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ലീനിയർ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇവിടെ ഒരു വൈറ്റ് ലൈൻ ഇതിൻ്റെ ഈ റെഡിൻ്റെ മുകളിലൂടെ ഞാൻ വരച്ചു. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ലീനിയർ സ്ട്രേറ്റ് ലൈനാണ്. അപ്പോൾ ദിസ് ഇക്വേഷൻ എക്സ് ആൻഡ് വൈ ആർ 2 വേരിയബിൾ. ഇപ്പോൾ ഇവിടെ ഇക്വേഷനിൽ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും 2 വേരിയബിൾസ് ആണ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, എനിത്തിങ് അണ്ടർഗോസ് ചേഞ്ചസ് സംഭവിക്കുന്ന ഏത് ഐറ്റത്തിനേക്ക് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, വേരിയബിൾസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും 2 വേരിയബിൾസ് ആണ്. ഈ വേരിയബിൾ തന്നെ ഇത് ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളും ഇത് റൈറ്റ് സൈഡിലുള്ള വേരിയബിളാണ്. ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളിനെ എന്തെന്ന് വിളിക്കുന്നു, നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നു. ഡിപ്പെൻഡൻറ്റ് ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന എന്താണ് വേരിയബിൾസിനെ ആശ്രയിക്കുന്ന വേരിയബിളാണ് വൈ എന്ന് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ എന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്.
ഇനി ഇതിൽ രണ്ട് ടേമുകൾ വേറെ കൊടുത്തിട്ടുണ്ട്, എ എന്നുള്ളതും ബി എന്ന് പറയുന്നതും. അപ്പോൾ എക്സ് എന്ന് ഉൾക്കൊള്ളുന്ന ഈ ഒരു ഭാഗം എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വൈ എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡ് ഉൾക്കൊള്ളുന്ന ഭാഗം ഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഇനി ഇത് കൂടാതെ ഇതിൽ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നത് രണ്ട് ടേമുകളുണ്ട്. അതെന്താണെന്ന് നോക്കാം. എ ഈസ് ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഇപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ 0 y എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തുള്ള ഈ ഒരു ലൈനാണ് വെർട്ടിക്കൽ ലൈൻ. ആ വെർട്ടിക്കൽ ലൈനിൽ വരുന്ന ഇൻ്റർസെപ്റ്റാണ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റാണ്. ഇപ്പോൾ ഇവിടെ എ എന്ന് ഡിനോട്ട് ചെയ്തത് ആ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റാണ്. അതായത് നമുക്കിവിടെ അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. y is equal to a plus bx എന്നാണ് ഇക്വേഷൻ. ഹിയർ x is equal to 0. x എന്നുള്ളത് 0 ആണെങ്കിൽ y is equal to എന്ത് തന്നെയായിരിക്കും? a തന്നെയായിരിക്കും. അപ്പോൾ when x is equal to 0, എക്സിൻ്റെ ഭാഗം, എക്സിൻ്റെ ആക്സിസ് 0 ആണെങ്കിൽ വൈൻ്റെ ഇത് എന്തായിരിക്കും? a തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ b എന്ന് പറയുന്നത്, ഇതിൽ ഈ ഇക്വേഷനിലെ b എന്ന് പറയുന്ന ഭാഗം ദ സ്ലോപ്പ് ഓഫ് ദ ലീനിയർ ലൈൻ, അല്ലേ? സ്ലോപ്പ് ഓഫ് ദ ലീനിയർ ലൈൻ. ഈ നമ്മളിപ്പോൾ ഈ ലീനിയർ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നിർണ്ണയിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. സപ്പോസ് എക്സ്, ഇവിടെയുള്ള എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 യൂണിറ്റ്, ഇവിടെ തൊട്ട് ഇതുവരെയുള്ള 1 യൂണിറ്റ് ചേഞ്ച് ചെയ്ത് എങ്കിൽ അത് വൈ എന്ന് പറയുന്ന ഭാഗത്ത് എത്ര ചേഞ്ച് വരും? ബി എത്രയാണ് കൊടുത്തുള്ളത് അത്രയും എന്നുള്ള രീതിയിൽ ബിയിൽ ചേഞ്ച് വരും. അപ്പോൾ ബിയിൽ ഇത്രത്തോളം ചേഞ്ച് വരും. അപ്പോൾ ഇവിടെ പറയണത് ശ്രദ്ധിക്കാം, ബി ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ വെൻ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 0. എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വാല്യൂ ഓഫ് വൈ ഈസ് ഇക്വൽ ടു എ. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇവിടെ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് എന്താ? ഡിസ്കസ് ചെയ്യുന്നത് വെൻ ദ വാല്യൂ ഓഫ് എക്സ് ചേഞ്ചസ് ബൈ 1 യൂണിറ്റ്. എക്സ് എന്ന് പറയുന്ന എൻ്റെ വാല്യൂ 1 യൂണിറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഇൻ ദ വാല്യൂ ഓഫ് വൈ ഈസ് ബി. അപ്പോൾ വൈ എത്രത്തോളം ചേഞ്ച് വരും? ബി യൂണിറ്റോളം ചേഞ്ച് വരും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള മാറ്റം അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയാം. എക്സിലുള്ള മാറ്റത്തിനനുസരിച്ച് വൈയിലുള്ള മാറ്റം, ആ വൈയിലുള്ള മാറ്റം എന്ന് നമുക്ക് എന്തെന്ന് പറയാം? സ്ലോപ്പ് ഓഫ് ദ ലൈൻ ബി എന്നുള്ളത് പറയാം. അപ്പോൾ ഒരു ലീനിയർ ഗ്രാഫിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു എന്ന് തോന്നുന്നു. ഒന്നുകൂടി പറയാം. y ഈസ് ഇക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നതാണ്. ഈ ഒരു ഭാഗം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഈ ഒരു ഭാഗം ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. ഇതിൽ എ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റാണ്, ബി എന്ന് പറയുന്നത് സ്ലോപ്പാണ്, എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ദെൻ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അത് ഏതിനെ ബാധിക്കുന്നു? y എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ബാധിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ പറയുന്നത് എക്സ് യൂണിറ്റ് 1 യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ 1 യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എത്ര 1 യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻ ദ വാല്യൂ ഓഫ് വൈ ഈസ് ഇക്വൽ ടു ബി. ബിയുടെ വാല്യൂ എത്രയാണ്? ബി യൂണിറ്റോളം ചേഞ്ച് ചെയ്യും. വൈയുടെ വാല്യൂ ബി യൂണിറ്റോളം. അപ്പോൾ ഇവിടുന്ന് ബി എത്രയാണ്? ആ ബി യൂണിറ്റോളം ചേഞ്ച് വരും എന്നതാണ് ഒരു ലീനിയർ ഗ്രാഫിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് ടേമുകൾ നമുക്ക് പഠിക്കേണ്ടത് മൂവ്മെൻറ്റ് വേഴ്സസ് ഷിഫ്റ്റ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. മൂവ്മെൻറ്റ് അലോങ് എ കർവ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് എ കർവ്. മൂവ്മെൻറ്റ് ഓഫ് എ കർവ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓഫ് ദ കർവ് എന്ന് പറയുന്നതും എന്താണെന്ന് നോക്കാം. എ ചേഞ്ച് ഇൻ ദ വേരിയബിൾ ഓഫ് എ ഗ്രാഫ് ഓർ ഇക്വേഷൻ ഈസ് കോൾഡ് മൂവ്മെൻറ്റ് അലോങ് ദ കർവ്. എ ചേഞ്ച് ഇൻ ദ വേരിയബിൾ ഓഫ് എ ഗ്രാഫ്, അല്ലേ? ഒരു ഗ്രാഫിലെ ഏതെങ്കിലും വേരിയബിളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മാറ്റങ്ങൾ എന്തെന്ന് വിളിക്കുന്നു? മൂവ്മെൻറ്റ് അലോങ് ദ കർവ് എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ്, അതെന്താ പറയുന്നത്? വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ 1 യൂണിറ്റ് ഓഫ് എക്സ്. എക്സ് 1 യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ദർ വിൽ ബി യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ വൈ. വൈയിൽ എന്ത് വരുന്നു? ബി യൂണിറ്റോളം ചേഞ്ച് വരുന്നു. ഈ ചേഞ്ചിനെ എന്തെന്ന് വിളിക്കുന്നു? മൂവ്മെൻറ്റ് അലോങ് ദ കർവ് എന്ന് വിളിക്കും. മൂവ്മെൻറ്റ് അലോങ് ദ കർവ്. നേരത്തെ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ എന്നുള്ളത് ഇങ്ങോട്ട് ഒരു 1 യൂണിറ്റ് ചേഞ്ച് വരുമ്പോൾ ആ യൂണിറ്റിൻ്റെ എത്രത്തോളം ബി യൂണിറ്റ് ചേഞ്ച് വൈയിൽ സംഭവിക്കും എന്നതാണ്. ആ ചേഞ്ചിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മൂവ്മെൻറ്റ് അലോങ് ദ കർവ് എന്ന് വിളിക്കും. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്.
the change in the position of a graph due to change in the parameters. ഇതിലെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള എ ബി തുടങ്ങിയ എയും ബിയും ഒക്കെ പാരാമീറ്റേഴ്സാണ്, എക്സും ഒക്കെ പാരാമീറ്റേഴ്സാണ്. ആ പാരാമീറ്റേഴ്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗ്രാഫിൽ ചേഞ്ച് ഉണ്ടാകും. ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് എ ഗ്രാഫ്, change in the position of a graph due to change in the parameters is called parametric shift എന്ന് വിളിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് വാട്ട് ഈസ് ദ മീനിങ് റിലേറ്റഡ് ടു ദ പാരാമെട്രിക് ഷിഫ്റ്റ്. അപ്പോൾ പാരാമെട്രിക് ഷിഫ്റ്റിന് ആൻസർ ഞങ്ങൾക്ക് എഴുതാം എന്താ, the change in the position of a graph due to change in the parameters is called parametric shift. ഇനി ആ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? ഗ്രാഫിൽ y ഈസ് ഇക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറയുന്ന ലീനിയർ ഗ്രാഫിൽ ദ പാരാമീറ്റേഴ്സ് ആർ എ ആൻഡ് ബി റെഗുലേറ്റ് ദ പൊസിഷൻ ഓഫ് ദ കർവ്. അപ്പോൾ എയും ഈ ബിയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്രാഫിൻ്റെ പൊസിഷൻ നിർണ്ണയിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. വെൻ ദ പാരാമീറ്റേഴ്സ് എ ആൻഡ് ബി ചേഞ്ച്, എയും ബിയും ചേഞ്ച് ചെയ്യുമ്പോൾ ദ കർവ് ഷിഫ്റ്റ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. ഈ കർവ് എന്ത് ചെയ്യുന്നു? നമുക്ക് ഇവിടെയുള്ള ഒരു ലീനിയർ കർവ് ഉണ്ടാവും. ആ കർവ് അപ്വേർഡ് ആവാം, ഡൗൺവേർഡും ആവാം, അല്ലെങ്കിൽ അപ്വേർഡ് സ്വിങ്ങും ആവാം, ഡൗൺവേർഡ് സ്വിങ്ങും ആവാം എന്നുള്ള രീതിയിലേക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ദിസ് ഈസ് നോൺ ആസ് പാരാമെട്രിക് ഷിഫ്റ്റ് എന്ന്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള എയും ബിയിലും ചേഞ്ച് വരുമ്പോൾ ഗ്രാഫ് അപ്വേർഡോ ഡൗൺവേർഡോ, അപ്വേർഡ് സ്വിങ്ങോ ഡൗൺവേർഡ് സ്വിങ്ങോ ഒക്കെ മാറാം. ഇങ്ങനെ വരുന്ന ചേഞ്ചസിനെ എന്തെന്ന് വിളിക്കുന്നു? പാരാമെട്രിക് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയല്ലോ? ദെൻ ഇഫ് ദ വാല്യൂ ഓഫ് എ ഇൻക്രീസ് ദ കർവ് ഷിഫ്റ്റ് പാരലൽ അപ്വേർഡ്. ഇനിയിപ്പോൾ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത, ഇതിലെ ഗ്രാഫിൻ്റെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതുണ്ട്. എന്താണെന്നുള്ളത് പറയാം. ഇപ്പോൾ ഇവിടുത്തെ ഗ്രാഫ്, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ ലീനിയർ ലൈൻ y ഈസ് ഇക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറയുന്ന ലീനിയർ ഗ്രാഫ് കൊടുത്തു. ഇക്വേഷനിൽ y ഈസ് ഇക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നുള്ളതിൽ എ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആയിട്ടുള്ള എ ഇൻക്രീസ് ചെയ്യുമ്പോൾ പാരലൽ അപ്വേർഡ് ഷിഫ്റ്റ് വരുന്നു, എ ഡിക്രീസ് ചെയ്യുമ്പോൾ പാരലൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് വരുന്നു. ദെൻ ബി എന്നുള്ളത് അതിൻ്റെ സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ഇഫ് എക്സ് 1 യൂണിറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ വൈയിൽ ബി യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ടാകുന്നു? ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ നമുക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് വിശദീകരിക്കാം. ഇതിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പാരാമെട്രിക് ഷിഫ്റ്റ് ആണ്. പാരാമെട്രിക് ഷിഫ്റ്റിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ y ഈസ് ഇക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നുള്ള രീതിയിൽ നൽകി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലൈൻ വരുന്നത്, y ഈസ് ഇക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞ ലീനിയർ ഗ്രാഫ്. അപ്പോൾ അതിൽ എ എന്നുള്ളത് നമ്മൾ പറഞ്ഞു പാരാമെട്രിക് ഷിഫ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഭാഗം ഡിസ്കസ് ചെയ്യാണ്. എ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണ്. എ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ആ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആയിട്ടുള്ള എ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ലീനിയർ ലൈന് അപ്വേർഡ് ഷിഫ്റ്റ് വരുന്നു. അപ്പോൾ പാരാമെട്രിക് അപ്വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നു, പാരാമെട്രിക് അപ്വേർഡ് ഷിഫ്റ്റ്. ഇനി എ എന്ന് പറയുന്ന പോയിന്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ പാരലായിട്ട്, ഏറ്റവും ആദ്യത്തെ ലീനിയർ ലൈനിനെ പാരലായിട്ട് ഇത് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ കൊടുക്കാം y ഈസ് ഇക്വൽ ടു എ ഡാഷ് 2 പ്ലസ് ബി എക്സ്. അപ്പോൾ എ ഡാഷ് 2 എന്ന് പറഞ്ഞാൽ നമ്മളത് ഡിക്രീസ് ചെയ്തിട്ടുള്ള എ ഡാഷ് ആണ്. അപ്പോൾ അത് ഇങ്ങോട്ട് താഴത്തേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ പാരാമെട്രിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് പാരാമെട്രിക് സ്വിങ് എന്ന് പറയുന്നതാണ്. പാരാമെട്രിക് സ്വിങ് ഏറ്റവും ആദ്യത്തെ ഉള്ള ലീനിയർ ലൈൻ കൊടുത്തു, y ഈസ് ഇക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറയുന്ന ഈ ലീനിയർ ലൈൻ കൊടുത്തു. അതിലെ എയുടെ ചേഞ്ച് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ പാരലൽ അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുകയും പാരലൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ എ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിനല്ല ചേഞ്ച് വരുന്നത്, ഏതാണ് ബി എന്ന് പറയുന്ന സ്ലോപ്പായിട്ടുള്ള പാരാമീറ്ററിനാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ സ്ലോപ്പിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ലോപ്പ് ബി എന്ന് പറയുന്ന ടേം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ബി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പാരാമെട്രിക് സ്വിങ് അപ്വേർഡും അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്വിങ് ഡൗൺവേർഡ്. അപ്പോൾ സ്വിങ് അപ്വേർഡ് വരുമ്പോൾ ഇവിടെയുള്ള പോയിന്റിന് വ്യത്യാസമില്ല, ആ വ്യത്യാസമില്ലാതെ ഈ ഒരു ഗ്രാഫ് എന്ത് ചെയ്യുന്നു? ലീനിയർ ഗ്രാഫ് ഇങ്ങനെ സ്വിങ് ചെയ്യും, അപ്വേർഡ് സ്വിങ് ചെയ്യും. എന്നാൽ ബി എന്ന് പറയുന്ന പോയിന്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്വിങ് ഡൗൺവേർഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പാരാമെട്രിക് സ്വിങ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് ഇക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എൻ എക്സ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ അഗ്രിഗേറ്റ് ഡിമാൻഡ്
എക്സ് ആൻഡ് അതിലെ കോമ്പോണൻറ്റുകളായിട്ടുള്ള കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ടുകൾ എന്നിവ എക്സ് ആൻഡ് ഫോമിലും എക്സ്പോസ്റ്റ് എന്ന് പറയുന്ന 2 ഫോമുകളിലും അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം എക്സ് ആൻഡ് എന്ന് പറഞ്ഞതും എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് എക്സ് ആൻഡ് എന്താണ് എക്സ്പോസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കാം. ദ ടേംസ് ലൈക്ക് കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് final goods and services of an economy or GDP is expressed in 2 ways, that is ex ante and ex post എന്ന് പറയുന്നത്. The planned or intended value of a variable is called ex ante measure of value. അപ്പോൾ പ്ലാൻഡ് ഓർ ഇൻറ്റൻറ്റഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ ഈസ് കോൾഡ് എക്സ് ആൻഡ്. ഇപ്പോൾ പ്ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വരുന്ന മാർച്ചിലെ എക്സാമിൽ +2 റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഫുൾ A+ ആണ് പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്, അതിന് വേണ്ടി പഠിക്കുന്നതൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് എന്താണ് വരുന്നതാണ് എക്സ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം. അപ്പോൾ ഇവിടെ കോമ്പണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡിലെ 2 കൺസെപ്റ്റുകളുണ്ട്, എക്സ് ആൻഡ് കൺസെപ്റ്റുകളും എക്സ്പോസ്റ്റ് കൺസെപ്റ്റുകളും. അപ്പോൾ എക്സ് ആൻഡ് എന്ന് പറയുന്നത് പ്ലാൻഡ് ആണ്, എക്സ്പോസ്റ്റ് എന്ന് പറയുന്നത് ദ ആക്ച്വൽ ഓർ റിയലൈസ്ഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ, ആക്ച്വൽ ഓർ ദ റിയലൈസ്ഡ് വാല്യൂ ഓഫ് ദ വേരിയബിൾ ഈസ് കോൾഡ് എക്സ്പോസ്റ്റ് മെഷർ ഓഫ് വാല്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് ആൻഡ് വേരിയബിളിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ദ തിയററ്റിക്കൽ മോഡൽ ഓഫ് എക്കോണമി, എക്സ് ആൻഡ് വാല്യൂ ഓഫ് എൻ വേരിയബിൾ ആർ വെരി മോർ ഇമ്പോർട്ടൻറ്റ് ഇഫ് എനി വൺ വാണ്ട് ടു പ്രെഡിക്റ്റ് ദ എക്കണോമിക് വാല്യൂ ഓഫ് ദ GDP. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ എക്കണോമിക് വാല്യൂ ഓഫ് ദ GDP പ്രെഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് അറിയണം? എക്സ് ആൻഡ് വാല്യൂസിനെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എക്സ് ആൻഡ് വാല്യൂ എന്ന് പറയുന്നത് വി ഷാൽ സ്റ്റഡി ദ ഡിറ്റർമിനൻസ് ഓഫ് എക്സ് ആൻഡ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്, അഗ്രിഗേറ്റ് ഔട്ട്പുട്ട്, ദെൻ അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ടേമുകളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ GDP എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം, നല്ല രീതിയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സ് ആൻഡ് വാല്യൂസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എക്സ് ആൻഡ് വാല്യൂവിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്കിതിൻ്റെ എക്സ് ആൻഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ്സിൻ്റെ കോമ്പോണൻസ്, എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പോണൻസ് ആയിട്ടുള്ള കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ് തുടങ്ങിയിട്ടുള്ള ടേമുകളെ കുറിച്ച് പഠിക്കാം. ഏറ്റവും ആദ്യം കൺസംഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കൺസ്യൂമിങ് എ പ്രോഡക്റ്റ് ഓർ യൂസേജ് ഓഫ് എ പ്രോഡക്റ്റ് എന്നുള്ള ടേമിൽ പറയാം. കൺസംഷനോ ഏതെങ്കിലും ഒരു യൂസേജ്, ഇപ്പോൾ TV യൂസ് ചെയ്യുക, ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിൻ്റെ കൺസംഷനാണ്. നിങ്ങളൊരു ഐസ്ക്രീം കഴിക്കുക, ഐസ്ക്രീമിൻ്റെ കൺസംഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസംഷൻ ഓഫ് എ ഓർ യൂസേജ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് നോൺ ആസ് കൺസംഷൻ. അപ്പോൾ നമുക്കിവിടെ പറയാം, ജനങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ദ ഇൻകം ഓഫ് എ പീപ്പിൾ മേജർ 2 പാർട്ടിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കാറ്. ഒന്ന് കൺസംഷന് വേണ്ടിയിട്ടും ദ റിമൈനിങ് പാർട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? സേവിങ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. People use the major part of the income, consumption and rest as the saving. Therefore, income is the sum of consumption and saving. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? കൺസംഷൻ്റെയും സേവിങ്ങും തമ്മിൽ ആഡ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത്ര രൂപ ലഭിക്കുമ്പോൾ അതിൽ ഇത്ര രൂപ കൺസംഷൻ, ബാക്കിയുള്ള എമൗണ്ട് സേവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ y = C+S എന്ന് പറയുന്ന ഇക്വേഷനിലേക്കാണ് പോകുന്നത്. ദെൻ ഇഫ് എക്സ്, അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻസ് പറഞ്ഞു. ഇനി പ്ലാൻഡ് കൺസംഷൻ എന്ന് പറയുന്നത് എന്താ? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻകം ഓഫ് ദ ഹൗസ് ഹോൾഡ് ആൻഡ് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ഓഫ് ദ കൺസ്യൂം. അപ്പോൾ ഒരു വ്യക്തിയുടെ ദ പ്ലാൻഡ് കൺസംഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ, പ്ലാൻഡ് എക്സ് ആൻഡ് കൺസംഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ 2 ടേമുകളാണ്, ഇൻകം ഓഫ് ദ ഹൗസ് ഹോൾഡ് ആൻഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ഓഫ് ദ കൺസ്യൂം. അപ്പോൾ ഇവിടെ ഇൻകം ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ദാറ്റ് ദ ഡിറ്റർമിൻ ദ കൺസംഷൻ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ കൺസംഷൻ നിർണ്ണയിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഇൻകമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് therefore the consumption can be taken as the function of the income. ആയതുകൊണ്ട് തന്നെ കൺസംഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഞാൻ അതിന് ഇവിടെ ഒന്നും കൂടി വിശദീകരിച്ച് തരാം. ഇപ്പോൾ കൺസംഷൻ എന്ന് പറയുന്നത് C is the function of income എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥമാക്കിയത്? ഒരു വ്യക്തിയുടെ കൺസംഷൻ എന്ത് നിർണ്ണയിക്കുന്നു? ഇൻകത്തെ നിർണ്ണയിക്കുന്നു. ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷൻ വർദ്ധിക്കും. എന്നാൽ ഇൻകം വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രൊപ്പോർഷനിൽ അല്ല എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മേഖലയാണ് ഏതെന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPC എന്ന് പറയുന്നത്. അപ്പോൾ MPC എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ΔC/ΔY എന്നതാണ്. ഇൻകത്തിൽ വരുന്ന ഇൻകത്തിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് കൺസംഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ എന്തെന്ന് വിളിക്കുന്നു? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്ലാൻഡ് കൺസംഷൻ എന്ത് 2 ടേമിനെ നിർണ്ണയിച്ചിരിക്കുന്നു? ഒന്ന് ഇൻകത്തിനെയും നിർണ്ണയിക്കുന്നു, രണ്ടാമത് എന്താ? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം.
മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്നതാണ് ഇൻകത്തിൽ വരുന്ന ചേഞ്ച് അനുസരിച്ചുകൊണ്ട് കൺസംഷൻ ഉണ്ടാകുന്ന ചേഞ്ച് എന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. സോ ഒരു വ്യക്തിയുടെ y = 100 ആണ്. അപ്പോൾ അതിനനുസരിച്ച് കൺസംഷനും 100 രൂപയ്ക്ക് കൺസംഷൻ ചെയ്തു. ദെൻ വെൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ് ടു 1000 ആയിട്ട് വർദ്ധിച്ചപ്പോൾ കൺസംഷൻ ഇങ്ങനെ 1000 ആയിട്ട് വർദ്ധിക്കണമെന്നില്ല, ചിലപ്പോൾ 800 വർദ്ധിക്കുള്ളൂ. 1000 രൂപയ്ക്ക് ഇയാൾ കൺസംഷൻ ചെയ്യണത്. Therefore, marginal propensity to consume MPC is equal to marginal propensity to consume is equal to delta C by delta Y എന്നതാണ്. അപ്പോൾ ഡെൽറ്റ സി എന്ന് പറയുന്നത് കൺസംഷനിൽ വരുന്ന ചേഞ്ച് അല്ലേ, കൺസംഷനിൽ വരുന്ന ചേഞ്ച് 700 ഡിവൈഡഡ് ബൈ ഇതിൽ വരുന്ന ചേഞ്ച് 900. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാക്കി തരാം. നമ്മുടെ വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ആൾസോ ഇൻക്രീസസ് ബട്ട് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറയുന്ന കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ഓഫ് കൺസംഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്തുള്ളത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഉള്ളത്. നമ്മുടെ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് അനുസരിച്ചുകൊണ്ട് കൺസംഷൻ ഉണ്ടാകുന്ന ചേഞ്ചാണ് MPC എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ കൺസംഷൻ നിർണ്ണയിക്കുന്നത് ദ പ്ലാൻഡ് കൺസംഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർ എക്സാൻഡ് കൺസംഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ദ MPC. അപ്പോൾ MPCയും അതേപോലെ തന്നെ നമ്മുടെ ഇൻകവുമാണ് ഒരു വ്യക്തിയുടെ കൺസംഷൻ നിർണ്ണയിക്കുന്നത് എന്ന്. അപ്പോൾ therefore C is the function of income എന്നുള്ള രീതിയിലേക്ക് എഴുതിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ കൺസംഷനെ കുറിച്ചുള്ള ബാക്കിയും കൂടി ഡീറ്റെയിലേക്ക് പോവാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം ഈസ് കോൾഡ് കൺസംഷൻ ഫംഗ്ഷൻ. അപ്പോൾ കൺസംഷൻ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തമ്മിലുള്ള റിലേഷൻ എന്താ, ഇൻകവും കൺസംഷനും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഇത് മനസ്സിലാക്കുക. ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ ഈസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഇൻക്രീസസ്, ദെൻ ഇൻകം ഡിക്രീസസ് കൺസംഷൻ ആൾസോ ഡിക്രീസസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷേ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ആൾസോ ഇൻക്രീസസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി. അപ്പോൾ നോട്ട് പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഇൻകം വർദ്ധിക്കുന്നതിൻ്റെ അതേ അനുപാതത്തിൽ ആകണമെന്നില്ല കൺസംഷൻ. അതാണ് ഞാൻ നേരത്തെ ഒരു കണക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കണക്കിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഞാൻ നേരത്തെ ഒരു കണക്ക് ഇതിൽ വിശദീകരിച്ച് തന്നു, ഒന്നുകൂടി പറയാം. The proportion or percentage of income spent on consumption is called MPC. അപ്പോൾ MPC എന്നുള്ളതിൻ്റെ the proportion or percentage of income spent on consumption, that is MPC is equal to delta C by delta Y എന്നതാണ്. ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാമെങ്കിൽ നേരത്തെ പറയാം, ഒരു വ്യക്തിയുടെ ഇൻകം 100, then consumption also 100. When income increases to 1000 രൂപയായിട്ട് ഇൻകം വർദ്ധിച്ചു, കൺസംഷൻ ആൾസോ ഇൻക്രീസസ് 800. പക്ഷേ ഇൻകം വർദ്ധിക്കുന്ന അതേ പെർസെൻറ്റേജിൽ അല്ല. Therefore MPC is equal to marginal propensity to consume is equal to delta C by delta Y ആണ്. അപ്പോൾ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ ഡെൽറ്റ സി എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന ചേഞ്ച് 700 ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ ഇതിൽ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് എത്രയാണ്, 900 ആണ്. അപ്പോൾ 900 എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കുക. ഇത് 900 ആണ്, 9000 എന്ന് എഴുതിയിട്ടുണ്ട്, 900 എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് MPCയെ കുറിച്ചുള്ളത്. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. ദ പ്രൊപ്പോർഷൻ ഓർ പെർസെൻറ്റേജ് ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദ കൺസംഷൻ ഈസ് കോൾഡ് MPC. MPC can be defined as the ratio of change in consumption to change in income. Change in consumption to change in income ആണ്. അപ്പോൾ അതിനെ സിംബോളിക്കലി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ MPC എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. ഇനി MPCയോട് റിലേറ്റഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സേവിങ്ങിൻ്റെ ഏരിയ പഠിക്കേണ്ടതുണ്ട്. സേവിങ്ങിൻ്റെ ഏരിയ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ നേരത്തെ വിശദീകരിച്ച പോലെ MPCയോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ വിശദീകരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് സേവിങ്സ് എന്ന് പറയുന്നത്. സേവിങ്സ് എന്താണെന്നുള്ള രീതിയിൽ നോക്കാം. സേവിങ് ഈസ് ദ പാർട്ട് ഓഫ് ഇൻകം ദാറ്റ് ഈസ് നോട്ട് കൺസ്യൂംഡ് അല്ലേ. നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇൻകം ലഭിച്ചു, Y = എന്നുള്ള രീതിയിൽ ഇൻകം ലഭിച്ചു. Y = ആ ഇൻകം എന്ത് ചെയ്ത് കൺസംഷന് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, സേവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി Y = അതിന് കൺസംഷൻ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താ വരുന്നത്, സേവിങ്. ഒരു വ്യക്തിയുടെ ഇൻകത്തിൽ നിന്ന് കൺസംഷൻ കുറച്ചാൽ ബാക്കി വരുന്നത് എന്താണ്, സേവിങ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകത്തിൽ നിന്ന് കൺസംഷൻ കുറച്ചതാണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയിലേക്ക് പോവാം. ഞാനത് ഈ സ്ലൈഡ് ഒന്ന് ഉയർത്തുന്നുണ്ട്, നോക്കാം.
The proportion of the additional total income used for saving is called marginal propensity to save. ഇപ്പോൾ marginal propensity to saving എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. marginal propensity to save എന്നുള്ള രീതിയിലേക്ക് നോക്കാം. The proportion of additional total income used for saving is called marginal propensity to save. അപ്പോൾ marginal propensity to saving is equal to delta S സേവിങ്ങിൽ വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇൻകത്തിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് അനുസരിച്ചുകൊണ്ട് സേവിങ്ങിൽ എത്ര മാറ്റമുണ്ടായി എന്നതാണ് മാർജിൻ ഓഫ് പ്രൊപ്പൻസിറ്റി ടു സേവിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മാത്തമാറ്റിക്കലി ഇവിടെ എഴുതിയിട്ടുണ്ട്. MPS ഇസിക്കൽ ടു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ദാറ്റ് ഇസിക്കൽ ടു സ്മോൾ ലെറ്റർ എസ് എന്നുള്ളതാണ് MPSനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സ്മോൾ ലെറ്റർ എസ് ഉപയോഗിക്കുന്നു. ഇനി MPSും MPCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. MPCയും MPSും തമ്മിൽ ആഡ് ചെയ്താൽ ഒന്നാണ് അതിൻ്റെ ആൻസർ. ഒന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ആ ഒന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം, ബാക്കി ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? MPC പ്ലസ് MPS ഈസ് ഇക്വൽ ടു 1. ദെർഫോർ MPS എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കാം? 1 മൈനസ് MPC എന്നുള്ളതും അതേപോലെ തന്നെ MPC ഈസ് ഇക്വൽ ടു 1 മൈനസ് MPS എന്നുള്ള ഇക്വേഷനും ആ രൂപത്തിലേക്ക് നമുക്കിത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ ഇക്വേഷൻസ് അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ഭാഗം നോക്കാം. സേവിങ് ഈസ് ഇക്വൽ ടു വൈ മൈനസ് സി അല്ലേ. സേവിങ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകത്തിൽ നിന്ന് കൺസംഷൻ കുറച്ചതാണ്. ദെർഫോർ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിങ് ഈസ് ഇക്വൽ ടു ഡെൽറ്റ സി. ഡെൽറ്റ സി എന്ന് പറയുന്നത് എത്ര നമ്മൾ ഇതിൽ വരുന്ന കണ്ടെത്തണ്ടേ? സോറി, ഡെൽറ്റ എസ് എത്രയെന്ന് കണ്ടെത്തണ്ട്. ഡെൽറ്റ എസ് ആണ് നമുക്ക് കണ്ടത്. ആ ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ വൈ മൈനസ് സി ആണ് സേവിങ് എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ വൈ. അപ്പോൾ ഇതിനെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ ഫൈനൽ ഇക്വേഷൻ എന്ത് വരുന്നു? 1 മൈനസ് സി അല്ലെങ്കിൽ 1 മൈനസ് MPC എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അപ്പോൾ 1 മൈനസ് MPC എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? MPS തന്നെയാണ്. മാർജിൻ ഓഫ് പ്രൊപ്പൻസിറ്റി ടു സേവിങ് തന്നെയാണ്. ക്ലിയർ? അപ്പോൾ ഇനി MPSനെ കുറിച്ച് പഠിച്ചു, MPCനെ കുറിച്ച് പഠിച്ചു. ഇനി വരെ തമ്മിലുള്ള അടുത്ത റിലേഷൻഷിപ്പും കൂടി നമുക്ക് നോക്കാം. അടുത്ത റിലേഷൻഷിപ്പിൽ ഇതിൽ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. വെൻ ആൻ എക്കോണമി ഡെവലപ്പ്, ഒരു എക്കോണമി വികസിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? MPC യൂഷ്വലി എന്ത് ചെയ്യുന്നുണ്ട്? MPC ഫോൾ ചെയ്യുന്നുണ്ട്. MPS റൈസ്. MPC കുറയുന്നു, MPS കൂടുന്നു. ഡെവലപ്ഡ് കൺട്രീസ് ഇൻക്രീസ് ദെയർ സേവിങ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ഇൻക്രീസ്ഡ് ഇൻകം. Developed countries increase their saving in proportion to their increased income. ഇൻകം കൂടുന്നതിനനുസരിച്ച് കൊണ്ട് ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സേവിങ്ങിൻ്റെ റേറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് അല്ലെ, പുവർ കൺട്രീസിന് ഇതേപോലെ സാധിക്കണം എന്നില്ല. ഇനി അടുത്തൊരു പോയിന്റ് കൂടി പറയുന്നത്, വി സോ ദാറ്റ് ദ ഇൻക്രീസ് ഇൻ കൺസംഷൻ ഈസ് നോട്ട് എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഇൻകം. ഇൻക്രീസ് ഇൻ ഇൻകം ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? when we saw the increase in consumption not a proportion of increase in income. ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഇൻകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല എന്തുള്ളത്? ഇൻക്രീസ്ഡ് കൺസംഷൻ നടക്കുന്നത്. കൺസംഷൻ ഇൻക്രീസസ് MPC ദ ടൈംസ് ഓഫ് ഇൻക്രീസ്ഡ് ഇൻകം. അപ്പോൾ കൺസംഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ എന്തിനെ നിർണ്ണയിക്കുന്നു? നമ്മുടെ ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്ന MPCയെ നിർണ്ണയിക്കുന്നു. കൺസംഷൻ ഇൻക്രീസസ് MPT ടൈംസ് ഓഫ് ഇൻക്രീസ്ഡ് ഇൻകം. കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഏതിൻ്റെ അനുസരിച്ചായിരിക്കും? കൺസംഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിനായിരിക്കും? MPC ടൈംസ് ഓഫ് ഇൻകം. MPC ടൈംസ് ഓഫ് ഇൻക്രീസ്ഡ് ഇൻകം. MPC ടൈംസ് ഓഫ് ഇൻക്രീസ്ഡ് ഇൻകത്തിനനുസരിച്ചായിരിക്കും കൺസംഷൻ വരിക. അതുകൊണ്ട് തന്നെ മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ബി ദി MPC ഓഫ് എൻ എക്കോണമി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ. ആയതുകൊണ്ട് തന്നെ MPCയുടെ വാല്യൂ എന്തിലേക്ക് കൊടുക്കുന്നത്? MPC വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 1. 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് MPCയുടെ വാല്യൂ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. MPCയുടെ വാല്യൂ എന്തിൻ്റെ ഇടയിലാണ് വരുന്നത്? 0 ലെസ് ദാൻ അല്ലേ, ലെസ് ദാൻ 1. MPC എന്തിൻ്റെ ഇടയിലാണ്? 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. Therefore, suppose the total income of the economy increases from 0 to y ആണെങ്കിൽ, total income increases 0 to y എന്നുള്ള രീതിയിലാണെങ്കിൽ total consumption is equal to C into y minus 0 that is equal to C into y എന്നുള്ള margin propensity to C into y minus 0 that is equal to C into y എന്നുള്ള രൂപത്തിലേക്ക് വന്നു. അപ്പോൾ ഫൈനൽ കൺസംഷൻ്റെ ഇക്വേഷൻ ഇതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസംഷൻ ഈസ് ഇക്വൽ ടു സ്മോൾ ലെറ്റർ C into y എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ ഇത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഇൻകം ഇല്ലെങ്കിലും നമ്മുടെ
നമ്മൾ കൺസ്യൂമറാണ്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും കൺസംഷൻ നടത്താറുണ്ട്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമ്മൾ കൺസംഷൻ നടത്താറുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടി നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് C is equal to MPC into Y എന്നുള്ള രൂപത്തിലേക്ക് എത്തി. ഇനി ചില ഒരു കേസും കൂടി മനസ്സിലാക്കേണ്ടത്, വെൻ ഇൻകം ഈസ് സീറോ, കൺസംഷൻ നമ്മൾ നടത്താറില്ലേ? നമ്മൾ പട്ടിണി കിടക്കാറുണ്ടോ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും നിന്ന് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പഴയ സമ്പാദ്യമൊക്കെ എടുത്തിട്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസംഷൻ നടത്താറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നുണ്ട്. ഇൻ ദിസ് ഇക്വേഷൻ, അതായത് മുകളിലുള്ള ഇക്വേഷൻ, ഇഫ് ഇൻകം ഈസ് സീറോ കൺസംഷൻ ആൾസോ സീറോ. ഇൻകം സീറോ വന്നാൽ കൺസംഷൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. But this is not practically correct, because if income is zero, people will have to starve. This is not true, അല്ലേ? അപ്പോൾ ഇൻകം ഇല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ പറയണത്, ഇഫ് ഇൻകം ഈസ് സീറോ, പീപ്പിൾ വിൽ ബൈ നെസസറീസ് വിത്ത് പാസ്റ്റ് സേവിങ്സ് ഓർ ദേ വിൽ ബോറോ. മറ്റുള്ളവരിൽ നിന്നൊക്കെ പൈസ കടം വാങ്ങിച്ചിട്ടോ അവരുടെ പാസ്റ്റ് സേവിങ്സോ ഉപയോഗിച്ചുകൊണ്ട് അവർ കൺസംഷൻ നിലനിർത്തും. അപ്പോൾ ഇങ്ങനെ we have to add minimum consumption to above equation. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മുകളിലുള്ള ഈ ഒരു ഇക്വേഷനിൽ ഒരു മിനിമം കൺസംഷൻ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. therefore C is equal to A dash, അല്ലെങ്കിൽ A dash നമുക്ക് പകരം വേറെ എന്തെങ്കിലും കൊടുക്കാം. എന്താ കൊടുക്കേണ്ടത്? C dash എന്നുള്ള രൂപത്തിൽ കൊടുക്കാം. ഓട്ടോണമസ് കൺസംഷൻ C is equal to C dash plus സ്മോൾ ലെറ്റർ C ഇൻറ്റു Y എന്നുള്ള രൂപത്തിൽ കൊടുക്കാം. കൺസംഷൻ ഇസ് ഇക്വൽ ടു ഓട്ടോണമസ് കൺസംഷൻ പ്ലസ് ഇൻകം ഡിറ്റർമിനിങ് കൺസംഷൻ. ഇൻകം ഡിറ്റർമിനിങ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ MPC എന്നുള്ള രീതിയിൽ. അപ്പോൾ C ഇസ് ഇക്വൽ ടു C ഡാഷ് പ്ലസ് സ്മോൾ ലെറ്റർ C ഇൻറ്റു Y എന്നുള്ള രീതിയിൽ കൊടുത്ത്. ഇനി ഈ ഒരു ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത കൂടി പറയുന്നുണ്ട്. ഇൻ ദിസ് ഇക്വേഷൻ C ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ. C ഡാഷ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. കാരണം ഇപ്പോൾ കൺസംഷൻ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇൻകം ഇല്ലെങ്കിലും നമ്മൾ കൺസംഷൻ നടത്തില്ലേ? മിനിമം കൺസംഷൻ നടത്തുന്നില്ലേ? ദിസ് ഈസ് നോൺ ആസ് ദ ഓട്ടോണമസ് മിനിമം കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഓട്ടോണമസ് മിനിമം കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നു. മിനിമം കൺസംഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെവൽ ഓഫ് ഇൻകം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓട്ടോണമസ് കൺസംഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നമ്മൾ ലെവൽ ഓഫ് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളുടെ ഫങ്ഷൻ ഓഫ് ഇൻകം അല്ല, ഇൻകം ഇല്ലെങ്കിലും കൺസംഷൻ നടക്കുന്നതാണ് ഓട്ടോണമസ് കൺസംഷൻ. therefore if Y is equal to 0, C will be equal to C dash എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കൺസംഷൻ്റെ ഇക്വേഷൻ കൺസംഷൻ ഇസ് ഈക്വൽ ടു C ഡാഷ് പ്ലസ് സ്മോൾ ലെറ്റർ C ഇൻറ്റു Y ആണെങ്കിൽ, സപ്പോസ് Y ഇസ് ഈക്വൽ ടു 0, ഇൻകം 0 ആണെങ്കിൽ കൺസംഷൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? C ഡാഷ് തന്നെയായിരിക്കും, ഓട്ടോണമസ് കൺസംഷൻ തന്നെയായിരിക്കും. ഇഫ് ദ ഇൻകം ഈസ് എബോവ് സീറോ ആണെങ്കിൽ ദ എക്കോണമി യൂസസ് C പ്രപ്പോർഷൻ. ഇൻകത്തിൻ്റെ കൂടുതൽ സീറോയേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ കൺസംഷൻ എന്ത് ഉപയോഗിക്കുന്നത്? ഇൻകം ഡിറ്റർമിനിങ് കൺസംഷൻ കൂടി ഉപയോഗിക്കുന്നത്. C പ്രപ്പോർഷൻ ഓഫ് ദിസ് എക്സ്ട്രാ ഇൻകം ഫോർ കൺസംഷൻ ഓവർ ആൻഡ് മിനിമം കൺസംഷൻ. നമ്മൾ ആ മിനിമം കൺസംഷനേക്കാൾ നമ്മൾ ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്ന കൺസംഷൻ കൂടിയും അതിൽ ഉൾപ്പെടുന്നു. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയനെ കുറിച്ചാണ്. നമുക്ക് ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള തിയറി ആദ്യം ഒന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള തിയറിയിലേക്ക് നമുക്കൊന്ന് വായിക്കാം. എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ സെക്കൻഡ് കോമ്പോണൻറ്റ് ഓഫ് ഡിമാൻഡ്. സെക്കൻഡ് കോമ്പോണൻറ്റ് ഓഫ് ദ ഡിമാൻഡ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഇക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് NX എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൽ C പ്ലസ് I, C നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി അടുത്ത് പഠിക്കേണ്ടത് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പോണൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ളത് നോക്കാം. എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ സെക്കൻഡ് കോമ്പോണൻ്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, എന്താണ് അത് ഡിഫൈൻ ചെയ്തത്? ദ അഡീഷൻ ടു ദി സ്റ്റോക്ക് ഓഫ് ദ ഫിസിക്കൽ ക്യാപിറ്റൽ and the changes in the inventory of all the producers in the economy. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് an addition to the stock of the physical capital and the changes in the inventory of all the producers in an economy ആണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് എന്താണ്? മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ MEC എന്നുള്ള രീതിയിൽ രണ്ട് ടേമുകളെ നിർണ്ണയിക്കുന്നു. അപ്പം നിങ്ങൾക്കറിയാം കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് ആണ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡിങ് ലോൺസ്.
അപ്പോൾ ബാങ്കിന് ലഭിക്കുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് അവർ ലോണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് അവിടെ റിസർവ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ റിസർവ് ആക്കി വെച്ച എമൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് ബിഗ് ഫേമുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമുകൾ ലോൺ ചോദിക്കുകയാണെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ആ പൈസ കൊടുക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു, ബാങ്ക് എനിക്ക് പൈസ തരുന്നു. അപ്പോൾ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചിലവാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി അതേപോലെ തന്നെ എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് ഏതെന്ന് പറയുന്നത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, MEC എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് MEC. ഇത് മറക്കരുത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് MEC. അപ്പോൾ ഇവിടെ but for simplicity we assume that all the firms plan to invest in the same amount of every year. ആയതുകൊണ്ട് നമ്മളൊരു സിംപ്ലിസിറ്റി ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഇന്ത്യ വേൾഡിലുള്ള എല്ലാ ഫേംസും ഒരു കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ. therefore I എന്ന് പറയുന്നത് I' എന്നുള്ള രീതിയിൽ ഒരു ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമിയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അതിലൊരു പോയിന്റ് കൂടി മനസ്സിലാക്കേണ്ടത് MEC, marginal efficiency of capital, is the expected annual return of the annual additional unit of the investment. ഇപ്പോൾ ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ്, അത് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ആണ് ഇതെന്ന് പറഞ്ഞത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്കിവിടെ 2 ടേമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ പഠിക്കേണ്ടത്. ഒന്ന് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും. 2 ടേം ഉണ്ട്, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടേൺ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും, റിട്ടേൺ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ ഈ 2ഉം താരതമ്യം ചെയ്ത് നോക്കിയിട്ടാണ് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ ചെയ്യേണ്ടത്. സപ്പോസ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ആരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാവില്ല. റിട്ടേൺ ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ കോസ്റ്റിനേക്കാൾ റിട്ടേൺ ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ ജനങ്ങളും അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേമിൻ്റെ ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ ഇത്രയും ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ദ ഡിറ്റർമിനേഷൻ ഓൺ ഇക്വിലിബ്രിയം ഇൻകം ഇൻ ഷോർട്ട് റണ്ണിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഇൻകം നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിൽ ഇക്വിലിബ്രിയം ഇൻകം വിത്ത് പ്രൈസ് ലെവൽ ഫിക്സഡ് ആയിട്ടുള്ള സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം ലീനിയർ ഇക്വേഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ y = a + bx ഈസ് എ ലീനിയർ ഇക്വേഷൻ. y = a + നമ്മൾ ഓൾറെഡി ലീനിയർ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഗ്രാഫ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻ ആസ് ഷോൺ ഇൻ എ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൻ്റെ നമ്പർ കൊടുത്ത് 10.1. ഇൻ ദിസ് ഇക്വേഷൻ x and y ആർ 2 വേരിയബിൾ. ഇതിൽ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്ന 2 വേരിയബിൾ ഉണ്ട്. ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദ വേരിയബിൾ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ദ ഇക്വേഷൻ ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ലെഫ്റ്റ് സൈഡിലുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളും റൈറ്റ് സൈഡിലുള്ളത് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. എ ഈസ് ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. എ എന്ന് പറയുന്നത് ഇവിടെ എ എന്ന് പറയുന്ന ടേം വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ദെൻ ബി എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വെൻ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 0, വാല്യൂ ഓഫ് എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ y = എന്ത് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ y എന്ത് തന്നെയായിരിക്കും, എ എന്ന് പറയുന്ന പോയിൻ്റ് ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ the value of y is a and when the value of x changed by 1 unit, x ൻ്റെ യൂണിറ്റ് the value of x unit changed by 1 unit, ഒരു 1 യൂണിറ്റ് ഇത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്താണ് ബി യൂണിറ്റ്, ഒരു ബി യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് ചേഞ്ച് വരും. ഇതിനെ നമ്മൾ എന്താ സ്ലോപ്പ് ഓഫ് ദ ലീനിയർ ലൈൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഈ ഗ്രാഫ് ഒന്ന് വിശദീകരിക്കാം. കൺസംഷൻ ഫംഗ്ഷൻ എന്നുള്ള ഇൻഡിക്കേഷൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ as already explained in the consumption function c is equal to c dash plus small letter c into y, when MPC c dash is equal to autonomous consumption, c is the slope of the consumption അല്ലേ. ഇതിൽ സ്ലോപ്പ് y എന്ന് പറയുന്നത് ഇൻകം എന്നുള്ള രീതിയിൽ കൊടുത്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസംഷൻ്റെ ലൈൻ. ഇവിടെ എ എന്നുള്ളതെങ്കിൽ അല്ലെങ്കിൽ എക്ക് പകരം നമുക്കിവിടെ എന്താണ് സി ഡാഷ് ആണുള്ളത്. അപ്പോൾ നമുക്കിവിടെ സി ഡാഷ് ആണ്. അപ്പോൾ സി ഡാഷ് എന്നുള്ളത് ഇവിടെ കൊടുക്കാം.
ദെൻ ഇതിലെ സി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലോപ്പ് നിർണ്ണയിക്കുന്ന എം പി സി ആണ്. എം പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്നതാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ വാസ് ഷോൺ ആസ് ഐ ഇസിക്കൽ ടു ഐ ഡാഷ് എന്നുള്ള രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഐ ഇസിക്കൽ ടു ഐ ഡാഷ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഗ്രാഫിക്കലി. ദിസ് ഈസ് ഷോൺ ആസ് ദ ഹൊറിസോണ്ടൽ ലൈൻ അറ്റ് ഹൈറ്റ് ഈക്വൽ ടു ഐ ഡാഷ് എബവ് ദ ഹൊറിസോണ്ടൽ. ഇപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ആക്സിസ് ഇതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഐ ഇസിക്കൽ ടു ഐ ഡാഷ് എന്നുള്ള രൂപത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇനി അടുത്തതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഫംഗ്ഷനാണ് നമുക്ക് ഇനി അടുത്ത് വിശദീകരിക്കേണ്ടത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സം ഓഫ് കൺസംഷൻ ഡിമാൻഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തിയറി ഒന്നുള്ളത് നോക്കാം. എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, എന്താണ് കൺസംഷൻ ഡിമാൻഡ് എന്നുള്ളതിൻ്റെ ഒരു മീനിങ്ങിലേക്ക് പോവാം. ഇത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ പറയുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഷോസ് ദ സം ഓഫ് കൺസംഷൻ ഡിമാൻഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് സി പ്ലസ് ഐ എന്നതാണ്. ഈച്ച് ലെവൽ ഓഫ് ഇൻകം ഗ്രാഫിക്കലി ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ വെർട്ടിക്കലി ആഡിങ് ദ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കൺസംഷൻ്റെ ഇതാണ് കൺസംഷൻ്റെ ഇക്വേഷൻ. ഇങ്ങനെ കൊടുത്തുള്ളതാണ് കൺസംഷൻ്റെ ലൈൻ എന്ന് പറയുന്നത്. കൺസംഷൻ്റെ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഈ ലൈനാണ് കൺസംഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു സി ഡാഷ് പ്ലസ് സ്മോൾ ലെറ്റർ സി ഇൻറ്റു വൈ എന്ന് പറയുന്ന കൺസംഷൻ്റെ ഇക്വേഷൻ. ഇനി ഈ കൺസംഷൻ്റെ ഇക്വേഷൻ്റെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഈ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇതിൽ നമുക്ക് നോക്കാം. ഗ്രാഫിക്കലി ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ വെർട്ടിക്കലി ആഡിങ് ദ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. വെർട്ടിക്കൽ, ഇപ്പോൾ വെർട്ടിക്കൽ ഇങ്ങനെയാണ്, ഈ കൺസംഷന് ഇൻവെസ്റ്റ്മെൻറ്റിന് വെർട്ടിക്കലായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ലൈൻ കിട്ടുക. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസിക്കൽ ടു സി പ്ലസ് ഐ ആണ്. കൺസംഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. സി ഡാഷ് പ്ലസ് സ്മോൾ ലെറ്റർ സി ഇൻറ്റു വൈ പ്ലസ് ഐ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു, ഐ ഡാഷ് എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസിക്കൽ ടു സി ഡാഷ് പ്ലസ് സ്മോൾ ലെറ്റർ സി ഇൻറ്റു വൈ പ്ലസ് ഐ ഡാഷ് എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒ എം ഈസ് ദ സി ഡാഷ്. ഒ എം എന്ന് പറയുന്നത് സി ഡാഷ് ആണ്. ഇത്രത്തോളം ഉള്ള ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ സി ഡാഷ് ആണെന്നുള്ള രീതിയിൽ വരുന്നു. ദെൻ ഒ ജെ ഈസ് ദ ഐ ഡാഷ് എന്ന് പറയുന്നത്. ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെയുള്ള ഒ ജെ എന്ന് പറയുന്ന ഐ ഡാഷ് ആണ്. അപ്പോൾ ഇതും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് ഒ എൽ എന്ന് പറയുന്ന ഒരു പുതിയൊരു ലൈൻ, അല്ലെങ്കിൽ എൽ എന്ന് പറയുന്ന ഒരു പുതിയ ലൈൻ കാണാം. ആ ലൈൻ ഒ എൽ എന്ന് പറയുന്നത് കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ ആഡ് ചെയ്തതാണ്. ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് ദ പാരലൽ ടു ദ കൺസംഷൻ ഫംഗ്ഷൻ ബിക്കോസ് ദേ ഹാവ് ദ സെയിം സ്ലോപ്പ്. അപ്പോൾ ഇനി ഇവിടെ പറയുന്നുണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കർവ് എന്തിൻ്റെ ഇതുപോലെ തന്നെയാണ് ഉള്ളത്? കൺസംഷൻ്റെ ഇതുപോലെ തന്നെയാണ്. കാരണം എന്താ? കാരണം ഇവിടെ എം പി സിയിൽ മാറ്റമില്ല. നമുക്കിവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഇക്വൽ ടു സി ഡാഷ് പ്ലസ് ഐ ഡാഷ് പ്ലസ് സ്മോൾ ലെറ്റർ സി ഇൻറ്റു വൈ ആണ്. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ സി തന്നെ, ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ലോപ്പ് ഇവിടെ സി തന്നെയാണ്, ഇതിലും സി തന്നെയാണ്. അപ്പോൾ അതിലൊരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കൺസംഷൻ്റെ ലീനിയർ ലൈൻ എങ്ങനെയാണോ അതിനോട് പാരലലായിട്ട് തന്നെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെയും ലൈന് പോകുക എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഇറ്റ് മേ നോട്ടഡ് ദാറ്റ് ദ ഫംഗ്ഷൻ ഷോസ് ദ എക്സ് ആൻഡ് ഡിമാൻഡ്. ഇതുകൊണ്ട് എന്തെന്ന് പറയുന്നു? എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഒരു ഫംഗ്ഷൻ ലൈൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ലൈനും കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നതാണ്. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ടോട്ടൽ സപ്ലൈ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എക്കോണമി. ടോട്ടൽ സപ്ലൈ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എക്കോണമി. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ തിയറി? യെസ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പോലെ തന്നെ നമ്മൾ ടോട്ടൽ ഡിമാൻഡ് ഓഫ് എൻ എക്കോണമി, അതേപോലെ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ ടോട്ടൽ സപ്ലൈ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ എക്കോണമി എന്ന് പറയുമ്പോൾ അത് GDPക്ക് തുല്യം തന്നെയാണ്. ആ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിന് തുല്യം തന്നെയാണ്. നമുക്കിവിടെ നോക്കാം. എക്സ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഇസ് ദ ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്ലാൻ ടു ബി സപ്ലൈഡ് ഇൻ ദ എക്കോണമി. അല്ലേ, എക്കോണമിയിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കെന്താ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മൊത്തം സാധനങ്ങളുടെ അളവിനെ എന്തെന്ന് വിളിക്കുന്നു? അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നു. ദിസ് ഈസ് ദ അഗ്രിഗേറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഏത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള GDP അല്ലെങ്കിൽ നാഷണൽ പ്രോഡക്റ്റ് നാഷണൽ ഇൻകത്തിന് തുല്യമായിട്ട് വരുന്നു. നാഷണൽ ഇൻകം
planned aggregate output or planned aggregate income are different terms used to convey the same meaning. അപ്പോൾ ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാലും അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാലും അഗ്രിഗേറ്റ് നാഷണൽ ഇൻകം എന്നൊക്കെ പറഞ്ഞാലും ഒക്കെ എന്ത് തന്നെയാണ് അഗ്രിഗേറ്റ് സപ്ലൈ. therefore that is aggregate supply is equal to എന്ത് തന്നെയാണ് y എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അഗ്രിഗേറ്റ് സപ്ലൈയുടെ ഇക്വേഷനിൽ y എന്നുള്ള രൂപത്തിലേക്ക് വന്നു. അതായത് AS is equal to y will be the straight line with the 45 degree ലൈൻ ആയിട്ട് വരിക. അതായത് ഒരു ഗ്രാഫിനെ 45 ഡിഗ്രി ലൈൻ എന്നുള്ള രീതിയിൽ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് പോകും. 45 ഡിഗ്രി ലൈൻ എന്നുള്ള രീതിയിൽ കൊടുക്കും. ദാറ്റ് ഈസ് ഇക്വൽ ടു y ഈസ് ഇക്വൽ ടു AS എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. അപ്പോൾ ഇതിനെ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പിന്നീട് പോവാം. അപ്പോൾ ഇതെന്താണ്, പോസിറ്റീവ്ലി സ്ലോപ്പ്ഡ് ആണ്. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ലോപ്പ്ഡ് 45 ഡിഗ്രി സ്ട്രേറ്റ് ലൈൻ ആണ്. സ്ട്രേറ്റ് ലൈൻ അല്ല, അപ്വേർഡ് സ്ലോപ്പിംഗ് ലൈൻ ആണ്. ഇനി ഇതിൻ്റെ നമ്മൾ ആൾജിബ്രൈക്ക് മെത്തേഡിൽ എങ്ങനെയാണ് ഒരു ന്യൂമറിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ 2 സെക്ടർ എക്കോണമി. ആൾജിബ്രൈക്ക് മെത്തേഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റ് മാർക്കറ്റ് റീച്ചസ് ദ ഇക്വിലിബ്രിയം. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുക? അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും തുല്യമാകുമ്പോഴാണ്. വെൻ AS ആൻഡ് AD ആർ ഈക്വൽ ഇൻ എൻ എക്കോണമി. അപ്പോൾ മാത്തമാറ്റിക്കലി ADയും ASും തമ്മിൽ ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ ആ രാജ്യം എന്ത് ചെയ്യുന്നുണ്ട്? സന്തുലിതാവസ്ഥയിൽ. ആ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം സന്തുലിതാവസ്ഥയിലെത്തുന്നു. അപ്പോൾ നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. y ഈസ് ഇക്വൽ ടു ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇൻകം എന്ന് ചോദിക്കുമ്പോൾ A' പ്ലസ് സ്മോൾ ലെറ്റർ C ഇൻറ്റു y എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വിശദീകരിക്കുന്നത്. ഇൻ ആൻ എക്കോണമി സിൻസ് ദ എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് and for final good is the sum of x and aggregate demand consumption and x and investment demand. അതായത് കൺസംഷൻ ഡിമാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് നമ്മൾ ആഡ് ചെയ്താലാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നുള്ളത് കിട്ടുക. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് C+I, then y is equal to അതിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു C' പ്ലസ് സ്മോൾ ലെറ്റർ C ഇൻറ്റു I' കൊടുക്കുന്നു. സോൾവ് ചെയ്യുമ്പോൾ y മൈനസ് C ഇൻറ്റു y ഈസ് ഇക്വൽ ടു C' പ്ലസ് I' എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. ഇതിൽ രണ്ടിലും ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാം. y മൈനസ് സ്മോൾ ലെറ്റർ C ഇൻറ്റു y ഈസ് ഇക്വൽ ടു C' പ്ലസ് I' എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. ഇനി നമുക്ക് ഇതിൽ രണ്ടിലും y ഉള്ളതുകൊണ്ട് yനെ കോമൺ ആയിട്ട് ഔട്ടാക്കുമ്പോൾ 1 മൈനസ് C എന്നുള്ളത് കിട്ടുന്നു. ഈസ് ഇക്വൽ ടു C' പ്ലസ് I' എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. ഇനി ഇതിൽ വൈനെ മാത്രം അവിടെ നിർത്തുമ്പോൾ C' പ്ലസ് I' ഡിവൈഡഡ് ബൈ 1 മൈനസ് C എന്നുള്ള രൂപത്തിലേക്ക് വരും. ഇനി ഇക്വേഷനിൽ C'-ഉം I' നമുക്ക് എന്തെന്ന് പറയാം? C' പ്ലസ് I' എന്നുള്ളതിനെ കോമൺ ആയിട്ട് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് A' എന്നുള്ള രൂപത്തിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇക്വേഷനിൽ വരുന്നു y ഇൻറ്റു 1 മൈനസ് C ഇസിക്കൽ ടു C+I എന്ന് പറയുന്നത് ഏത് തന്നെയാണ് A' എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. therefore ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം y സ്റ്റാർ ഈസിക്കൽ ടു ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം y സ്റ്റാർ ഈസിക്കൽ ടു A' ഡിവൈഡഡ് ബൈ 1 മൈനസ് C എന്നുള്ളതാണ് ഇക്വേഷൻ. അതിൽ A' എന്ന് പറയുന്നത് C' പ്ലസ് I' തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് A' എന്ന് പറയുന്നത്. അടുത്തത് നമ്മളിതിൻ്റെ ജോമെട്രിക് മെത്തേഡിൽ ഇത് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. 10.6 എക്സ് ആൻഡ് ഇൻകം ഈസ് മാർക്ക്ഡ് ഓൺ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് എക്സ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ആർ മാർക്ക്ഡ് ഓൺ വൈ ആക്സിസ്. ഇപ്പോൾ ഈ ഭാഗത്ത് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും എന്ത് ചെയ്യുന്നിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. 45 ഡിഗ്രി ലൈൻ y ഈസിക്കൽ ടു C+S ആണ്. അപ്പോൾ നമുക്കിവിടെ കൊടുത്തുള്ള അഗ്രിഗേറ്റ് സപ്ലൈ എന്നുള്ളതിൻ്റെ C+S കൺസംഷന് സേവിങ്സിന് വേണ്ടിയിട്ട് മൊത്തം വരുമാനം ഉപയോഗിക്കുന്നു. C+S എന്ന് കൊടുത്തിട്ടുണ്ട് അഗ്രിഗേറ്റ് സപ്ലൈ ലൈൻ. അറ്റ് എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ ഇതിലുള്ള ഏത് പോയിന്റും എന്ത് ചെയ്യുന്നുണ്ട്? AD ആൻഡ് AS വുഡ് ബി ഈക്വൽ. ADയും ASും ഈക്വൽ ആവും. ഇത് തമ്മിൽ ഉള്ള പോയിന്റിൽ ഈക്വൽ ആവും. therefore AD is equal to A' plus small letter C into y is the aggregate demand line. the vertical intercept of this line is A' and slope is C എന്നുള്ള രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കാം. AD is more than AS. ഇപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ASനേക്കാൾ കൂടുതലാണെങ്കിൽ ബിഫോർ ദ ഇൻകം ലെവൽ ദിസ് ഇസ് ഷോസ് എക്സസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ഇവിടെ
അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈനേക്കാൾ മുകളിലാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് എന്താ, എക്സസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നുള്ള രൂപത്തിലേക്ക് പോകുന്നു. ഷോസ് എക്സസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നുള്ള രൂപത്തിൽ പോകുന്നു. ആഫ്റ്റർ ഇൻകം ലെവൽ വൈ സ്റ്റാർ എ ഡി ഈസ് ലെസ് ദാൻ എസ്. ഈ എ സ്റ്റാർ വൈ സ്റ്റാറിന് ശേഷം എ ഡി എസിനേക്കാൾ കുറഞ്ഞു പോകുന്നു. അപ്പോൾ ദിസ് ഇൻഡിക്കേറ്റ് ദ ഡെഫിഷ്യൻസി ഇൻ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ഈ ഭാഗം കാണിക്കുന്നത് ഡെഫിഷ്യൻസി ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡാണ്. ഇവിടെ എന്താ, നമുക്ക് അതിൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഒരു ഫ്ലറിഷ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോപ്പ് സിറ്റുവേഷൻ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ബട്ട് വെൻ ദ ഇൻകം ഈസ് വൈ സ്റ്റാർ എ ഡി ആൻഡ് എ എസ് വെർ ഈക്വൽ. എ ഡിയും എ എസും തമ്മിൽ വൈ എന്ന് പറയുന്ന വൈ സ്റ്റാർ എന്ന് പറയുന്ന പോയിന്റിൽ ഈക്വൽ ആണ്. ദ പോയിന്റ് ഈസ് ദ പോയിന്റ് if effective demand അല്ലേ. ദ പോയിന്റ് ഇ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും തുല്യമാകുന്ന പോയിന്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ഡിമാൻഡ് എന്നാണ് പറയുക. ഈസിക്കൽ ടു ഇഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ള രൂപത്തിലേക്ക് പറയുന്നു. ദ പോയിന്റ് ഈസ് ദ പോയിന്റ് ഇഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. At this point there is the neither excess demand nor deficient demand. ഈ പോയിന്റിൽ ഇവിടെ എക്സസ് ഡിമാൻഡ് ആണ്, ഇവിടെ ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ് ആണ്. ഈ ഭാഗത്ത് ഡിമാൻഡ് കുറവാണ്, ഇവിടെ ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ഈ എക്സസ് ഡിമാൻഡും ഡെഫിഷ്യൻറ്റ് ഡിമാൻഡും ഈ പോയിന്റിൻ്റെ അപ്പുറത്തും ഉണ്ടാകുന്നുണ്ട്. ദെൻ ദ ഇക്വിലിബ്രിയം ഇൻകം ഈസ് വൈ സ്റ്റാർ ആൻഡ് ഇക്വിലിബ്രിയം ഡിമാൻഡ് ഈസ് എ ഡി. ഇവിടെ ഇക്വിലിബ്രിയം ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, എ ഡി സ്റ്റാർ. ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുന്നത് വൈ സ്റ്റാർ എന്നുള്ള രൂപത്തിലേക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇക്വിലിബ്രിയം ഇൻകം കാണേണ്ട ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇക്വിലിബ്രിയം ഇൻകം വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ ഡാഷ് ഡിവൈഡഡ് ബൈ 1 മൈനസ് സി എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു രണ്ട് പ്രോബ്ലങ്ങളുണ്ട്, നമുക്കൊന്ന് ചെയ്തു നോക്കാം. Suppose C is equal to consumption is equal to 20 plus 0.8y and investment that is I dash is equal to 20. Find the equilibrium income. അപ്പോൾ equilibrium income കണ്ടെത്തേണ്ട ഇക്വേഷൻ A dash എന്ന് പറയുന്നത് എന്താ, C dash plus I dash ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ആണ്. അപ്പോൾ C dash plus I dash എന്ന് പറയുന്നത് ഇവിടെ വരുന്നു 20 പ്ലസ് എന്ത് വരുന്നു 0.8 ഇൻറ്റു വൈ എന്നുള്ള രീതിയിൽ വരുന്നു. അല്ലെങ്കിൽ നമുക്കതിന് എൻ്റെ രൂപത്തിലേക്ക് അല്ലെങ്കിൽ വേറെ രൂപത്തിലേക്ക് നമുക്ക് എഴുതാം. എന്തെന്ന് വരുന്നത് 20 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 1 മൈനസ് സിയുടെ ഭാഗത്ത് 0.8 എന്ന് വരുന്നു. ദെർഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ബൈ 0.2. 40 ബൈ 0.2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്, 200 കിട്ടി. അപ്പോൾ വൈ സ്റ്റാർ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു 200 എന്നുള്ള രൂപത്തിൽ നമുക്ക് ആൻസർ കിട്ടി. ഇത് ഒരു പ്രോബ്ലം. ദെൻ സെക്കൻഡ് പ്രോബ്ലം നോക്കാം. സെക്കൻഡ് പ്രോബ്ലത്തിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രോബ്ലം തന്നിരിക്കുകയാണ്. സി ഡാഷ് ഇസ് ഈക്വൽ ടു 200, ഐ ഇസ് ഈക്വൽ ടു 100, എം പി സി ഇസ് ഈക്വൽ ടു 0.5. ഫൈൻഡ് വൈ സ്റ്റാർ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കാണാൻ ചോദിച്ചു. വൈ സ്റ്റാർ കാണാൻ ചോദിച്ചു. വൈ സ്റ്റാർ കാണാൻ ചോദിച്ചാലുള്ള ഇക്വേഷൻ എ ഡാഷ് ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ആണ്. അതല്ലെങ്കിൽ സി ഡാഷ് പ്ലസ് ഐ ഡാഷ് ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ആണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ 200 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.7 that is equal to 300 divided by 0.3 that is equal to 1000 crores എന്നാണ്. ഇത് ക്രോറിലുള്ള കണക്കാണ്. അപ്പോൾ 1000 crores എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്, ഇഫക്റ്റ് ഓഫ് ഓട്ടോണമസ് ചേഞ്ചസ് ഓൺ ഇക്വിലിബ്രിയം ഡിമാൻഡ് ഇൻ ദ പ്രോഡക്റ്റ് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഓട്ടോണമസ് ചേഞ്ചസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓട്ടോണമസ് ചേഞ്ചസ് എന്ന് പറയുന്നത് എ ഡാഷ് എന്ന് പറയുന്നതാണ്. എ ഡാഷിൽ ഏതൊക്കെ വരുന്നുണ്ട്? സി ഡാഷ് പ്ലസ് ഐ ഡാഷ് എന്ന് പറയുന്നത്, ഇതാണ് ഓട്ടോണമസ് ചേഞ്ചസ്. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് സ്മോൾ ലെറ്റർ സി ഇൻറ്റു വൈ എന്നതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ. ഈ ഇതിലുള്ള ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിന് ചേഞ്ച് സംഭവിച്ചാൽ the effect of autonomous changes on equilibrium income. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള മാറ്റമാണ് നമുക്ക് ഇതിൽ പഠിക്കേണ്ടത്. ഒരു ഗ്രാഫിൻ്റെ രൂപത്തിലുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ നോക്കാം. When the changes occur in the autonomous component, what happened to the equilibrium demand and equilibrium income? ഇക്വിലിബ്രിയം ഡിമാൻഡിന് ഇക്വിലിബ്രിയം ഇൻകം, ഈ ഒരു ഭാഗം ഡിമാൻഡാണ്, ഈ ഒരു ഭാഗം ഇക്വിലിബ്രിയം ഇൻകമാണ്. അപ്പോൾ ഇക്വിലിബ്രിയം ഡിമാൻഡിനും ഇക്വിലിബ്രിയം ഇൻകത്തിന് എന്ത് ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ നോക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഗ്രാഫും അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം.
Suppose the aggregate demand AD before the changes in the autonomous component is AD1 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. AD1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഇവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഈ കൊടുത്തിട്ടുള്ള ഇതാണ് AD1 എന്നുള്ള ലൈൻ എന്ന് പറയുന്നത്. AD1 എന്നുള്ള രീതിയിലുള്ള കൊടുത്തിട്ടുണ്ട്. അതായത് ചേഞ്ചസ് വരുന്നതിന് മുൻപ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ടുള്ള C ഡാഷും I ഡാഷിലും ചേഞ്ച് വരുന്നതിന് മുൻപുള്ള ലൈനാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ലൈൻ. AD ഈസ് ഇക്വൽ ടു A-1 പ്ലസ് സ്മോൾ ലെറ്റർ C ഇൻറ്റു Y എന്നുള്ള രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ അഗ്രിഗേറ്റ് സപ്ലൈ ലൈൻ 45 ഡിഗ്രിയിലെ അഗ്രിഗേറ്റ് സപ്ലൈ ലൈൻ ഇങ്ങനെ റെഡ് ലൈനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ആ റെഡ് ലൈനിൽ കൊടുത്തത്. അപ്പോൾ അത് ADയും ASും ടച്ച് ചെയ്യുന്ന പോയിന്റ് E1 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ ഈ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം Y സ്റ്റാർ എന്നുള്ളത് ഇത് കിട്ടി. അതിൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇത്രയും കിട്ടി. ഇനി നമ്മൾ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ടുള്ള ഓട്ടോണമസ് കൺസംഷനിലും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റിലും ചേഞ്ച് ഉണ്ടായി. അപ്പോൾ ഇവിടെ ഒരു കണക്കിൽ പറയണത് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ചേഞ്ച് ഉണ്ടായത് എന്നുള്ളതാണ് പറയണത്. ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് വന്നു. ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് വരുമ്പോൾ ഈ ആദ്യമുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ലൈൻ ലീനിയർ ഡിമാൻഡ് കർവിനെ പാരലലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, A-2 എന്ന് പറയുന്ന ഒരു ലൈന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്തിൻ്റെ കാരണം കൊണ്ട്? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ടുള്ള C ഡാഷ് അതല്ലെങ്കിൽ I ഡാഷ്. ഇതിലിപ്പോൾ ഏതിൻ്റെ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചേഞ്ച് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ രണ്ടിൽ മാറ്റം വന്നാലും ഇത് പാരലൽ അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് വന്നതുകൊണ്ട് ഇവിടെ I ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് വന്നതുകൂടി പാരലൽ അപ്വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ പാരാമെട്രിക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. പാരലൽ അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലൈൻ AD2 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. AD2 എന്ത് ചെയ്യുന്നത്? A-2 പ്ലസ് സ്മോൾ ലെറ്റർ C ഇൻറ്റു Y എന്ന രൂപത്തിൽ കൊടുത്തു. ആ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലൈൻ, ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലൈൻ നമ്മളിവിടെ AS ആയിട്ടുള്ള 45 ഡിഗ്രി ലൈൻ ASൽ ഏതിൽ ടച്ച് ചെയ്ത് നോക്കി. അതിൻ്റെ നേരെ പുതിയതായിട്ടുള്ള ന്യൂ Y*2 എന്നുള്ള രൂപത്തിൽ കൊടുത്തു. അതിൻ്റെ നേരെയുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡ് AD2 എന്നുള്ള രൂപത്തിലും കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണെന്നുള്ളത് സംഭവിച്ചെന്നൊക്കെ ഒന്നുകൂടി ഇതിൽ വിശദീകരിക്കാം. സപ്പോസ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലൈൻ AD ലൈൻ ബിഫോർ ദ ചേഞ്ചസ് ഇൻ ദ ഓട്ടോണമസ് കോമ്പോണന്റ് ദാറ്റ് ഈസ് AD1 ഈസ് ഈക്വൽ ടു A-1 പ്ലസ് സ്മോൾ ലെറ്റർ C ഇൻറ്റു Y. This is given in the diagramത്തിലാണ്. ലൈൻ AD cut AS curve at the point E1 ടച്ച് ചെയ്തു. Then the Y*1 is the equilibrium output. ഇത് equilibrium output ആണ് or equilibrium income ആണ്. AD1 is the equilibrium demand. അപ്പോൾ AD1 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് equilibrium demand ആണ്. ഇനി ഇതിൽ വരുന്ന now there is an increase in the autonomous investment delta I. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെൽറ്റ I എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചേഞ്ച് സംഭവിച്ചപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വേഷൻ ഷിഫ്റ്റ് പാരലൽ അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി. AD1 ഷിഫ്റ്റഡ് ടു AD2 പാരലൽ അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി. AD2 is equal to A-2 പ്ലസ് സ്മോൾ ലെറ്റർ C ഇൻറ്റു Y എന്നുള്ള രീതിയിലേക്ക് അപ്വേർഡ് ഷിഫ്റ്റ് ആയി. അപ്പോൾ നമുക്കിവിടെ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? നമുക്കിവിടെ തന്നിരിക്കുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ടുള്ള C ഡാഷും I ഡാഷിലും ചേഞ്ച് സംഭവിച്ചപ്പോൾ പാരാമെട്രിക് ഷിഫ്റ്റ് അപ്വേർഡ് ഷിഫ്റ്റാണ് ഉണ്ടായത്. പാരാമെട്രിക് അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി. ആ അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം എന്ത് ചെയ്തു? ഇക്വിലിബ്രിയം ഇൻകം ഇൻക്രീസ് ചെയ്തു. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്തു? അഗ്രിഗേറ്റ് ഡിമാൻഡും ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് ഈ ഗ്രാഫിലൂടെ മനസ്സിലാക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സമ്മറി ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറയാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സമ്മറിയും കൂടി പറയാം. സമ്മറി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ സമ്മറൈസ് ദ ചേഞ്ചസ് ഇൻ ദ ഇക്വിലിബ്രിയം ഡിമാൻഡ് ആൻഡ് ചേഞ്ചസ് ഇൻ ഇക്വിലിബ്രിയം ഇൻകം ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഓട്ടോണമസ് കോമ്പോണൻറ്റ് ഫോളോയിങ് മാനർ. ഇവിടെ തന്നിരിക്കുന്ന ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ടുള്ള C ഡാഷിലും C ഡാഷ് എന്ന് പറയുന്നതിലും I ഡാഷ് എന്ന് പറയുന്നതിലും ചേഞ്ച് സംഭവിച്ചതോടുകൂടി ഇക്വിലിബ്രിയം ഇൻകത്തിലും ഇക്വിലിബ്രിയം ഡിമാൻഡിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ സമ്മറൈസേഷൻ പറയുന്നുണ്ട്. നിങ്ങളത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ശ്രദ്ധിക്കുക. ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സിൽ ഇൻക്രീസ് സംഭവിക്കുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് വിൽ ഷിഫ്റ്റ് പാരലൽ അപ്വേർഡ്. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പാരലൽ അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുകയും
and equilibrium income and equilibrium demand will increase. Equilibrium demand equilibrium income increase ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാഫ് ഇങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും. 45 ഡിഗ്രി AS ലൈൻ ഉണ്ടായിരിക്കും. ആദ്യത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലൈൻ കൊടുത്തു. ഇനി ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് ഇൻക്രീസ് ആകുമ്പോൾ പുതിയ ഇത് വരും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്, പിന്നീട് വരുന്നത് ഇതാണ്. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇൻകം ഓർ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഇൻക്രീസ് ആയും. ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈ ആദ്യം ഉണ്ടായിരുന്ന പോയിന്റിൽ നിന്ന് പിന്നീട് അടുത്ത അഗ്രിഗേറ്റ് ഡിമാൻഡിലേക്ക് ഇൻക്രീസ് ആവും. അപ്പോൾ അതാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇഫ് ദർ ഈസ് എൻ ഡിക്രീസ് ഇൻ, ഇനിയിപ്പോൾ ഡിക്രീസ് ആണ് സംഭവിക്കാൻ നോക്കാം. ഇഫ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് വിൽ ഡൗൺവേർഡ് പാരലൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് ആവും. then as a result equilibrium demand and output will decrease. അപ്പോൾ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും ഇക്വിലിബ്രിയം ഡിമാൻഡും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ആയി മാറും. ഇപ്പോൾ ഇതാണ് നമ്മൾ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിൽ ചേഞ്ച് സംഭവിക്കുന്നത്. ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ടു ദ ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ ദ പ്രോഡക്റ്റ് മാർക്കറ്റ്. ഇനി നമ്മൾ ഈ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ അല്ലാതെ ഇതിൽ അടുത്തൊരു ഭാഗമുണ്ട്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPC. ഇനി ആ MPCയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ചസ് എന്നുള്ളത് നോക്കാം. ഇഫക്റ്റ് ഓഫ് MPC ഓൺ ഇക്വിലിബ്രിയം ഡിമാൻഡ് ആൻഡ് ഇൻകം. ഈ MPCയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. The autonomous factors and MPC are the two components of aggregate demand. അപ്പോൾ നമ്മൾ ഓട്ടോണമസ് ആയിട്ടുള്ള A ഡാഷും അതേപോലെ തന്നെ MPC ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ പ്രധാനമായിട്ടുള്ള കോമ്പോണൻറ്റുകൾ. ദെൻ AD is equal to A dash plus small letter c into y. AD line swing up or down with the changes in the second factor of factor C. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള MPCയുടെ സ്മോൾ ലെറ്റർ എന്താണ്, നമ്മൾ C ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ MPCയിൽ ചേഞ്ച് വരുമ്പോൾ ആദ്യമുണ്ടായിരുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, നേരത്തെ നമ്മൾ ഓട്ടോണമസ് ഫാക്ടേഴ്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ പാരലൽ അപ്വേർഡ് ഷിഫ്റ്റും ഡൗൺവേർഡ് ഷിഫ്റ്റും വരുന്നു എന്നുള്ളത് പഠിച്ചു. എന്നാൽ ഇവിടെ MPC സ്മോൾ ലെറ്റർ സിയിലാണ് ചേഞ്ച് വരുന്നതെന്നുണ്ടെങ്കിൽ സ്വിങ് അപ്വേർഡ്, സ്വിങ് ഡൗൺവേർഡ്, അതായത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിന് യാതൊരുവിധ മാറ്റമില്ല. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. MPC കൂടുമ്പോൾ ഈ സ്മോൾ ലെറ്റർ C എന്ന് പറയുന്നത് കൂടുമ്പോൾ സ്വിങ് അപ്വേർഡ് ആവും, അത് കുറയുമ്പോൾ സ്വിങ് ഡൗൺവേർഡ് ആയി മാറുന്നു. അപ്പോൾ അതാണ് ഇതിൽ വിശദീകരിക്കുന്നത്. നമുക്ക് ഞാൻ ഇനി പറഞ്ഞ കാര്യം ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഒന്നുകൂടി വിശദീകരിക്കാം. ഇഫ് MPC ഇൻക്രീസസ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ ഇൻക്രീസ്, അതായത് ഈ സ്മോൾ ലെറ്റർ C ഇൻക്രീസ് ചെയ്താൽ ദ സ്ലോപ്പ് ഓഫ് AD ലൈൻ വിൽ ഇൻക്രീസ്. സ്ലോപ്പ് ഓഫ് ദ AD ലൈൻ, AD അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് സ്വിങ് അപ്പ്, ഇത് അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കുക. ഇഫ് MPC ഇൻക്രീസസ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ സ്ലോപ്പ് ഓഫ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് കൂടുകയെന്നു അല്ലേ, സ്ലോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, the slope of aggregate demand will increase and swing upward swing ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. ഈ 10.8 എന്ന് പറയുന്ന ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും ആദ്യത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡ് 1 ആണ്. ഈ കൊടുത്തിട്ടുള്ള ലൈൻ ആദ്യത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവാണ്. എന്നാൽ രണ്ടാമത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈ നമ്മുടെ MPCയിൽ ചേഞ്ച് വന്നപ്പോൾ, MPC കൂടിയപ്പോൾ ഇങ്ങനെ ഈ റെഡ് ലൈൻ ഇങ്ങനെ ഇത് പോയി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്, പിന്നീടുള്ള ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം വർദ്ധിക്കുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡും അതേപോലെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. MPC വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കതിൽ നോക്കാം. ഇഫ് AD1 that is A dash plus small letter C1 into Y is the aggregate demand before increase in MPCയിൽ ചേഞ്ച് വരുന്നതിന് മുൻപുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡ് ലൈനാണ് ഈ കൊടുത്തിരിക്കുന്നത്. സിൻസ് C2 ഈസ് ഗ്രേറ്റർ ദാൻ C1, ഇപ്പോൾ ഇവിടെയുള്ള C2 കൊടുത്തിട്ടുണ്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡിൽ C2 കൊടുത്തിട്ടുണ്ട്. MPC ചേഞ്ച് ചെയ്തതാണ്. MPC ഇത് ആദ്യത്തെ MPC, C1 എന്ന് പറയുന്നത് ആദ്യത്തെ MPC, പിന്നീടുള്ളത് C2 എന്ന് പറയുന്നത് MPCയിൽ വരുന്ന ചേഞ്ച്, MPC വർദ്ധിച്ചതാണ് C2 എന്ന് പറയുന്നത്. Since the C2 is greater than C1, aggregate demand will swing upward. C1നേക്കാൾ കൂടുതലായിട്ട് C2 വരുമ്പോൾ സ്വിങ് അപ്വേർഡ് ആവും, അഗ്രിഗേറ്റ് ഡിമാൻഡ് സ്വിങ് അപ്വേർഡ് ആവും. പിന്നെ അത് കുറയുകയാണെങ്കിൽ സ്വിങ് ഡൗൺവേർഡ് ആയിട്ട് മാറുന്നു.
അപ്പോൾ ഇവിടെ സ്വിങ് അപ്വേർഡ് ആകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം Y*1 നിന്ന് Y*Y2 എന്നുള്ള രീതിയിൽ ഇക്വിലിബ്രിയം ഇൻകം കൂടുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് AD*1 എന്നുള്ളതിൽ AD2*2 എന്നുള്ള രീതിയിലേക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് MPC ഇൻക്രീസ് ചെയ്യുമ്പോൾ വരുന്നത്. ദെൻ MPC ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വിങ് ഡൗൺവേർഡ് ആകുന്നു. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. നമുക്കതൊന്നും കൂടി ഗ്രാഫിൻ്റെ രൂപത്തിലേക്ക് കൊടുക്കാം. ഗ്രാഫിൻ്റെ രൂപത്തിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യത്തെ 45 ഡിഗ്രി ലൈൻ AS എന്നുള്ള കൊടുത്തു. ആദ്യത്തെ AD ലൈൻ കൊടുത്തു. AD A' പ്ലസ് സ്മോൾ ലെറ്റർ C ഇൻറ്റു Y. ഇതിന് ആദ്യത്തേതാണ്. ഇനി ഈ C ചേഞ്ച് ചെയ്യുമ്പോൾ ഈ പോയിന്റിന് വ്യത്യാസമില്ല. ഇതിങ്ങനെ മാറുമ്പോൾ AD A' പ്ലസ് ഇവിടെ C1 ആണെങ്കിൽ ഇവിടെ C2 Y എന്ന് കൊടുക്കും. അപ്പോൾ മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഇക്വിലിബ്രിയം ഇൻകം Y*1, പിന്നീടുള്ളത് Y*2 എന്നുള്ള രീതിയിൽ ഇക്വിലിബ്രിയം ഇൻകം കൂടുന്നു. ആദ്യത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡ് AD1 എന്നുള്ളത് പിന്നീട് MPC കൂടിയതുകൊണ്ട് AD2* എന്നുള്ള രീതിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡും കൂടുന്നു. ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഇഫ് MPC ഇൻക്രീസസ്, മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ ഇൻക്രീസ് ചെയ്താൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് വിൽ സ്വിങ് അപ്വേർഡ് ആകും. ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ്. അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് ഇൻകവും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യും. ഈ MPC ഫോൾ ചെയ്താൽ, കുറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇവിടെ MPC കൂടിയത കാര്യമാണ് പറഞ്ഞത്. ഇനി MPC കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കർവ് ഇങ്ങനെ സ്വിങ് ഡൗൺവേർഡ് ആവും. ഇങ്ങനെ സ്വിങ് ഡൗൺവേർഡ്, താഴോട്ട് ഡൗൺവേർഡ് ആയിട്ട് പോകും. അപ്പോൾ ഡൗൺവേർഡ് പോകുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ അല്ലെങ്കിൽ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കുറയുന്നു. അതേപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലെവലും കുറയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. AD ലൈൻ സ്വിങ് ഡൗൺവേർഡ് ആൻഡ് ബോത്ത് ഇക്വിലിബ്രിയം ഡിമാൻഡ് ആൻഡ് ഔട്ട്പുട്ട് വിൽ ഡിക്രീസ്. ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും ഇക്വിലിബ്രിയം ഡിമാൻഡും കുറയും. എപ്പോൾ MPC ഫോൾ ചെയ്താൽ, MPC കുറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് സമ്മറൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഇനി അടുത്തത് മൾട്ടിപ്ലയർ മെക്കാനിസം എന്ന് പറയുന്നതുണ്ട്. നമുക്ക് എന്താണ് മൾട്ടിപ്ലയർ മെക്കാനിസം എന്നുള്ളതൊന്ന് നോക്കാം. നേരത്തെ നമ്മളൊരു കണക്ക് ചെയ്തില്ലേ, 200ൻ്റെ ഒരു കണക്ക്, Y*200 എന്ന് പറഞ്ഞ കണക്ക് കിട്ടിയല്ലോ. അപ്പോൾ അതിനൊക്കെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കണക്കാണ്. ഇതിൻ്റെ എക്സാമ്പിൾ 10.3 ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. 10.3 എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഏതാണ്? ഇൻകം ഇൻക്രീസ്ഡ് ബൈ 50. ഇൻകം 50 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ്ഡ് ഇൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ബൈ 10 അല്ലേ? നമ്മളിവിടെ എന്താ സംഭവിച്ചത്? ഇൻക്രീസ്ഡ് ബൈ ₹50, ദാറ്റ് ഈസ് ഡെൽറ്റ Y ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ 10. നമ്മുടെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ 10 എന്നുള്ള രീതിയിൽ ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കണക്കൊന്ന് നോക്കാം. നേരത്തെ പഠിച്ചല്ലോ, ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ടു ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് എന്നുള്ളതിനെ പ്രാക്ടിക്കലി ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാണ്. എക്സാമ്പിൾ ഒരു 10.3. ഈ 10.3 എടുക്കാൻ കാരണം ഇതിനോട് ബേസ് ചെയ്തിട്ട് ഒരു മൾട്ടിപ്ലയർ മെക്കാനിസം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം പഠിപ്പിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 10.3 തന്നെ എക്സാമ്പിൾ എടുത്തുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള. സപ്പോസ് കൺസംഷൻ ഈസ് ഈക്വൽ ടു, കൺസംഷൻ എന്ന് പറയുന്നത് 20 + 0.8y ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 20 എന്ന് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ ഇക്വിലിബ്രിയം ഇൻകം. അതേപോലെ രണ്ടാമത് ചോദിച്ചിട്ടുണ്ട്, ഇഫ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ ₹10. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ₹10 ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം, ഫൈൻഡ് ദ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആദ്യം തന്ന കണക്ക് പ്രകാരമുള്ള ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കാണുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം C = 20 + 0.8y എന്നുള്ളത് കൊടുത്തു. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര തന്നിട്ടുണ്ട്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് 20 തന്നിട്ടുണ്ട്. ദെർഫോർ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം Y* = A' / 1 - C എന്നുള്ള ഇത് ചെയ്യുന്നു. അപ്പോൾ A' എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? 20 + 0.8y + 20 എന്താ വരിക? A' എന്ന് പറയുന്നത് 20 + I' എന്ന് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. ഇവിടെയുള്ള C' I' ആഡ് ചെയ്യുമ്പോൾ 20 + 20 / 1 - 0.8 കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 / 0.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 എന്നുള്ള ആൻസർ കിട്ടി.
ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ ₹10, അതായത് ഡെൽറ്റ ഐ എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എത്ര ചെയ്ത് 10 രൂപ കൂടി ആയതുകൊണ്ട് ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്നുള്ളത് 10 രൂപ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? C = 20 + 0.8y. ആദ്യത്തെ ഐ ഉണ്ട്, അത് 20 ആണ്. ദെൻ വീണ്ടും ഐ എത്ര കൂടി ആഡ് ചെയ്തിട്ടുണ്ട്? ഡെൽറ്റ ഐ എത്രയും കൂടി ഉണ്ട്? 10 കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ആയി? ടോട്ടൽ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്തായി? 30 എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം, 30 എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ C' അല്ലെങ്കിൽ നമ്മൾ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം Y* = A' / 1 - C എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ 20 + 30 / 1 - 0.8 എന്ന് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ? 20 + 30 എന്ന് പറഞ്ഞാൽ എത്ര? 50 / 0.2 that is equal to 250 എന്നുള്ളത് കിട്ടി. അപ്പം ഏറ്റവും ആദ്യത്തെ ആൻസർ എന്താ കിട്ടിയത്? ഏറ്റവും ആദ്യത്തെ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം Y* എത്രയായിരുന്നു കിട്ടിയത്? 200. പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ 10 രൂപ കൂടിയപ്പോൾ, 10 rupees കൂടിയപ്പോൾ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എത്ര മാറിയിട്ടുണ്ട്? 250 ആയി മാറിയിട്ടുണ്ട്. അതായത് ഫൈനലി നമുക്ക് എന്തെന്ന് പറയാം? ഇപ്പോൾ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഡെൽറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ 10 രൂപ കൂടിയപ്പോൾ ആദ്യമുണ്ടായിരുന്ന ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എത്രയാണ്? 200. ആ 10 രൂപ കൂടിയത് കൊണ്ട് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിൽ 10 രൂപ കൂടിയത് കൊണ്ട് പുതിയ Y*1 അല്ലെങ്കിൽ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ലെവൽ 1 എത്ര കിട്ടി? 250 എന്നുള്ള രൂപത്തിലേക്ക് മാറി. അതായത് 10 രൂപ ചേഞ്ച് വന്നപ്പോൾ മൾട്ടിപ്ലയർ മെക്കാനിസം വർക്ക് ചെയ്തിട്ട് 200 എന്തായി മാറി? 250 എന്നുള്ള ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആയി മാറി. ആ മൾട്ടിപ്ലയർ മെക്കാനിസം എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. 10.3 എന്ന് പറയുന്ന എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. ആ പ്രോബ്ലത്തിൽ നമുക്കറിയാം ദ ഇൻകം ഇൻക്രീസ് ബൈ 50. 200 എന്നുള്ളത് 250 ആയിട്ട് വർദ്ധിച്ചു, 250 ആയിട്ട് മാറി. ഡെൽറ്റ Y എന്നുള്ളത് 50 ആയിട്ട് വർദ്ധിച്ചു. ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ ദ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ബൈ ₹10. 10 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തത് കാരണം, 10 rupees ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തത് കാരണം ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം 200 എന്നുള്ളത് 250 ആയിട്ട് മാറി. ഇതിന് കാരണം എന്താണ്? മൾട്ടിപ്ലയർ ഇഫക്റ്റിൻ്റെ കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ചേഞ്ച് ആയത്. അപ്പോൾ മൾട്ടിപ്ലയർ ഇഫക്റ്റിൻ്റെ കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ആ മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ കോസ് ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് ഇൻകം, അല്ല ഇൻക്രീസ് ഇൻ ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. ഇതിന് കാരണം എന്താ നോക്കാം. ദിസ് ലീഡ് ടു എക്സസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അല്ലേ? എക്സസ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടായി. ഇനി അവർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ കണക്ക് ചെയ്തതിൽ എന്താ പറഞ്ഞത്? എക്സസ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഈസ് ₹10. നമുക്ക് ഓട്ടോണമസ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എത്ര കൂടി? 10 രൂപ കൂടി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അഗ്രിഗേറ്റഡ് ഡിമാൻഡ് എത്രയായിരുന്നു? 200 ആയിരുന്നു. ആ 200 എന്തായത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസസ് ബൈ 200 to 250 ന്യൂ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം 200 എന്നുള്ളത് 250 ആയിട്ട് മാറി. എന്നാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്ത്? 200 എന്നുള്ളതിൽ നിന്ന് 210 എന്നുള്ള രൂപ 210 എന്നുള്ള രൂപത്തിലേക്ക് മാറി. അപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ദ എക്സസ് ഡിമാൻഡ് ₹10. നമ്മൾ ആ ₹10ൻ്റെ കാരണം കൊണ്ടാണ് 200 എന്ന് പറയുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡ് 210 എന്നുള്ള രൂപത്തിലേക്ക് മാറിയത്. The producer reduce the inventory and deals with the excess demand. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നു? അഗ്രിഗേറ്റ് ഡിമാൻഡ് 200 എന്നുള്ളത് 210 ആയിട്ട് വർദ്ധിച്ചല്ലോ. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താ? അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയും. ആ ഇൻവെൻ്ററി എന്ത് ചെയ്യുന്നുണ്ട്? ദ പ്രൊഡ്യൂസേഴ്സ് റെഡ്യൂസ് ദെയർ ഇൻവെൻ്ററി. അവരുടെ ഇൻവെൻ്ററി എത്രയാണ് ആ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അത് കുറച്ചുകൊണ്ട് ഇവർ എക്സസ് ഡിമാൻഡ് ഉള്ളത് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എക്സസ് ഡിമാൻഡ് ഉള്ളത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള ഇൻവെൻ്ററി അവർ കുറയ്ക്കുന്നു. പിന്നീട് സംഭവിക്കുന്നത് നോക്കാം. നെക്സ്റ്റ് പ്രൊഡക്ഷൻ സൈക്കിളിൽ അപ്പോൾ അടുത്ത പുതിയതായിട്ട് 200 എന്ന് പറയുന്നത് 200 ആയിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അത് എന്തായി? 210 എന്നുള്ള രൂപത്തിലേക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിച്ചു. അപ്പോൾ ഈ 210 എന്നുള്ള രീതിയിൽ വർദ്ധിച്ചപ്പോൾ
അവരെന്ത് ചെയ്തു, അവരുടെ കയ്യിലുള്ള ഇൻവെന്ററി കുറച്ചിട്ട് അത് മീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഇനി അടുത്ത പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി ഫേം ശ്രമിക്കുമ്പോൾ ദ നെക്സ്റ്റ് പ്രൊഡക്ഷൻ സൈക്കിൾ ദ പ്രൊഡ്യൂസേഴ്സ് പ്ലാൻ ടു ഇൻക്രീസ് ദ ഔട്ട്പുട്ട് ബൈ 10. ആദ്യമുണ്ടായിരുന്ന ഡിമാൻഡ് 200 ഉള്ളൂ, അത് 210 വർദ്ധിച്ചല്ലോ. അപ്പോൾ ആ 10 വർദ്ധിച്ച ഡിമാൻഡ് ഉണ്ടല്ലോ, അത് മീറ്റ് ചെയ്യാനായിട്ട് അവരുടെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കും. ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? when they produce goods worth ₹10, they distribute to the owners of the production factories. ഇപ്പോൾ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ 10 രൂപ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയത് കൊണ്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ് 200 എന്നുള്ളത് 210 കൂടിയത് കൊണ്ട് ആ 10 മീറ്റ് ചെയ്യാൻ വേണ്ടി അവർ അഡീഷണൽ പ്രൊഡക്ഷൻസ് നടത്തുമ്പോൾ അതിൻ്റെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസേഷനെ ഫാക്ടർ പേയ്മെൻറ്റുകൾ 10 രൂപ വെച്ചിട്ട് അവരുടെ ഫാക്ടർ പേയ്മെൻറ്റുകൾ വർദ്ധിക്കുന്നു അല്ലേ. ഓണേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫാക്ടർ ഇൻ ദ ഫോം ഓഫ് ഫാക്ടർ പേയ്മെൻറ്റ്. ദെൻ ദ ഫസ്റ്റ് റൗണ്ട് ദ മൾട്ടിപ്ലയർ പ്രോസസ്സ് എങ്ങനെ സംഭവിക്കുന്നു? ഏകദേശം ദ ഇൻകം ഓഫ് ദ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ബൈ 10. കാരണം ഔട്ട്പുട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് എത്രയുണ്ട്? 2 ടൺ ഉണ്ട്. അത് മീറ്റ് ചെയ്യാനായിട്ട് വീണ്ടും പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ അതിൽ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനായിട്ടുള്ള ആൾക്കാർക്ക് മൾട്ടിപ്ലയർ ആയിട്ട് 10 റുപ്പി അല്ലെങ്കിൽ കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. 200 നിന്ന് 2 ടൺ എന്നുള്ള രീതിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിച്ചത് കൊണ്ട് പ്രൊഡ്യൂസേഴ്സ് 2 ടൺ എന്ന് പറയുന്ന 210ഓളമുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും പ്രൊഡക്ഷൻ നടത്തും. ആ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിലുള്ള ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇൻകം എന്ത് ചെയ്യുന്നു? 10 ടൈംസ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ 10 ടൈംസ് ഇൻകം വർദ്ധിക്കുന്നുള്ള രീതിയിലുള്ള കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം നമുക്ക് തന്നിരിക്കുന്ന കണക്കിൽ കൺസംഷൻ ഈസ് ഈക്വൽ ടു 20 + 0.8y അല്ലേ. അതിൽ MPC എന്താ? മാർജിൻ ഓഫ് പ്രൊപ്പൻസിറ്റി കൺസ്യൂം എന്താണ്? 0.8 ആണ്. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ 10 ടൈംസ് അല്ലെങ്കിൽ 10 രൂപ ലഭിക്കുമ്പോൾ ആ 10 രൂപയിൽ എത്രയേറെ കൺസംഷന് വേണ്ടി ചിലവഴിക്കുള്ളൂ? 0. അല്ലെങ്കിൽ ആ 10 രൂപയുടെ 8%, അതായത് 0.8 അവർ എന്ത് ചെയ്യുന്നുണ്ട്? കൺസംഷന് വേണ്ടി ചിലവഴിക്കും. ദ പ്രൊപ്പൻസിറ്റി ഓഫ് ദ പീപ്പിൾ ടു കൺസ്യൂം ഈസ് 0.8. നമ്മുടെ കണക്ക് പ്രകാരം 0.8 ആണ് MPC. ദാറ്റ് മീൻസ് the 80% of the income received. ഇപ്പോൾ ഇവർക്കാണ് എത്രയാണോ അവർക്ക് ഇൻകം റിസീവ് ചെയ്തത് അല്ലേ? 10 അല്ലേ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഇൻകത്തിൻ്റെ 0.8 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ കൺസംഷൻ നടത്തുകയും ആ കൺസംഷൻ സെക്കൻഡ് റൗണ്ടിൽ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ദാറ്റ് മീൻസ് ദ 80% of the income received is used for the consumption. People use 0.8 times into 10. That is 0.8 into 10 for consumption in the second roundൽ അവർ കൺസംഷന് വേണ്ടി ഉപയോഗിക്കും. സോ അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് സംഭവിക്കും? കൺസംഷന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസസ് ടു ഏതിന്? 0.8 into 10ൻ്റെ അത്രത്തോളം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. നേരത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡ് 10 ഉണ്ടായിരുന്നുള്ളൂ. ആ 10ൻ്റെ അത്രത്തോളം അവർ പ്രൊഡക്ഷൻ നടത്തിയിട്ട് കൺസംഷൻ എത്രയുണ്ട്? 0.8 ഉണ്ട്. അപ്പോൾ 0.8ഓളം അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിച്ചു. അപ്പോൾ അഗ്രിഗേറ്റ് 0.8 into 10ൻ്റെ ടൈംസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിച്ചത് കൊണ്ട് അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. അഗെയിൻ എക്സസ് ഡിമാൻഡ് ഈക്വൽ ടു, അപ്പോൾ എക്സസ് ഡിമാൻഡ് എന്തിനാണ് തുല്യമായി? 0.8 into 10 ടൈംസ് അല്ലെങ്കിൽ കംസപ്പ് അതിന് തുല്യമാകുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം 10 അഗ്രിഗേറ്റ് ഡിമാൻഡ് 200 എന്നുള്ളത് 2 ടൺ എന്നുള്ള രീതിയിലേക്ക് മാറി. ആ വർദ്ധിച്ച ടൺ എന്നുള്ളതിന് വേണ്ടിയിട്ട് വീണ്ടും പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിലെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇൻകം കൂടി. അപ്പോൾ വീണ്ടും ഇൻകം കൂടിയപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ നടത്തി. അപ്പോൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കൺസംഷൻ MPC മാർജിൻ പ്രൊപ്പൻസിറ്റി കൺസ്യൂം 0.8 ആയതുകൊണ്ട് 0.8 into 10 ടൈംസ് അല്ലെങ്കിൽ 0.8 ടൈംസ് into 10 എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു. ആ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ആ പ്രൊഡക്ഷൻ്റെ ഇൻകം എന്ത് ചെയ്തു? വീണ്ടും അതിലെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷന് ഉള്ള ആൾക്കാർക്ക് കിട്ടി. നമുക്കിവിടെ നോക്കാം. ദസ് ഇൻ ദ നെക്സ്റ്റ് പ്രൊഡക്ഷൻ സൈക്കിൾ ദ പ്രൊഡ്യൂസേഴ്സ് അഗെയിൻ ഇൻക്രീസ് ആൻഡ് എക്സാൻഡ് ഔട്ട്പുട്ട്. എത്രത്തോളം അവരുടെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ നോക്കി? 0.8 ടൈംസ് into 10 അവരുടെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ നോക്കി. ഇങ്ങനെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനും എന്ത് ചെയ്യും? അത്രത്തോളം ഇൻകം വർദ്ധിക്കും. അപ്പോൾ 0.8 ടൈംസ് 0.8 into 10 ടൈംസ് വീണ്ടും അവരുടെ ഇൻകം വർദ്ധിപ്പിക്കാനുള്ള. അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം അവരുടെയും എന്ത് ചെയ്യുന്നു? ഫാക്ടറീസ് പ്രൊഡക്ഷൻ്റെയും ഇൻകം വർദ്ധിക്കും. ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട് നോക്കാം.
The process goes on for several rounds. കുറേ റൗണ്ട് ഇങ്ങനെ പോകുന്നു. Size of the increment will be indistinguishable from zero and subsequent round effect will not practically contribute anything to total volume of output. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ഇങ്ങനെ കൂടുതൽ പോയി അതിന് ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? The process of diminishing AD and reaching the nearest to the zero is called convergent process അവിടെ നടക്കുന്നു. അപ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇങ്ങനെ വർദ്ധിച്ച് ഒരു എന്ത് ചെയ്യുന്നു? The process of diminishing AD ഇങ്ങനെ കുറഞ്ഞ് വരികയും എന്ത് ചെയ്യുന്നുണ്ട്? Then reaching nearer to the zero is called convergent process അവിടെ നടക്കും. ആ കൺവർജന്റ് പ്രോസസ്സ് നടക്കുമ്പോൾ ഉള്ള എൻ്റെ പിക്ചറൈസേഷൻ നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. റൗണ്ട് 1 കൺസംഷൻ 0 ആയിരുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡ് 0 ആയിരുന്നു, അഗ്രിഗേറ്റ് സപ്ലൈ 0 ആയിരുന്നു. ദെൻ കൺസംഷൻ 0.8 ആയിരുന്നു. അപ്പോൾ ഇൻകം എത്രയാണ്? അഡീഷണൽ ആയിട്ടുള്ള ഡിമാൻഡ് എത്രയായിരുന്നു? 10 ആയിരുന്നു. ആ 10ൻ്റെ അത്രത്തോളം കൺസംഷൻ നടത്തുമ്പോൾ അത്രത്തോളം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടായി. അപ്പോൾ അതിനനുസരിച്ച് അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ എത്ര ഉണ്ടായി? 0.8 × 10 ടൈംസ് പ്രൊഡക്ഷൻ ഉണ്ടായി. വീണ്ടും അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് കൺസംഷൻ വരുന്നത്. അതിനനുസരിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കുകയും 0.8 അഗ്രിഗേറ്റ് സപ്ലൈയും വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെ പ്രോസസ്സ് ഇങ്ങനെ ഒരു വർദ്ധിച്ച് സ്ക്വയർ രൂപത്തിൽ പോകും. അത് ഏകദേശം അഗ്രിഗേറ്റ് ഡിമാൻഡ് 50, അഗ്രിഗേറ്റ് സപ്ലൈ 50 എന്നുള്ള രൂപത്തിലേക്ക് പോകുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഫൈനൽ പ്രൊസീജിയർ നോക്കാം. To find the sum total of the increase in the final output, it is enough to add the infinite geometric series given in the last column of the above table. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ തന്നിരിക്കുന്നതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് 10 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ത് ചെയ്തു? 0.8 × 10 എന്ന് കിട്ടി. ദെൻ അടുത്തത് 0.8 സ്ക്വയർ × 10 കിട്ടി. പ്ലസ് 0.8 ക്യൂബ് × 10 കിട്ടി. പ്ലസ് 0.8 അല്ലേ റൈസ് ടു 4 × 10 എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇത് പോകും. അപ്പോൾ ഇതൊരു ജോമെട്രിക് സീരീസാണ്. ആ ജോമെട്രിക് സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ജോമെട്രിക് സീരീസ് ആകുമ്പോൾ ഇതിലെല്ലാത്തിലും 10 ഉള്ളത് കൊണ്ട് നമ്മൾ 10നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ 10 ഉള്ള സ്ഥലത്ത് 1 വരികയും ദെൻ ബാക്കിയുള്ളവർക്ക് എന്താണ്? 0.8 സ്ക്വയർ, ദെൻ 0.8 ക്യൂബ്, ദെൻ 0.84 എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകും. അപ്പോൾ ഇതൊരു ജോമെട്രിക് പ്രോസസ്സ് എന്നുള്ള രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ജോമെട്രിക് സീരീസിൻ്റെ സമ്മ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. സമ്മ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സം ഓഫ് ദ ജോമെട്രിക് പ്രോഗ്രഷൻ ഈസ് ഈക്വൽ ടു നമ്മൾ കോമൺ ആയിട്ടുള്ളത് എത്രയാണോ ഇൻറ്റു ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 1 - r എന്നുള്ളത്. r എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലൈ ഏതാണെന്നാണ്. കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലൈ ഇവിടെ ഏതാ? 0.8 ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 10 × 1/1 - 0.8 എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 1/0.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10/0.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. നമുക്ക് ആൻസർ 50 കിട്ടി. ഇപ്പോൾ ഇത് ഇങ്ങനെ മൾട്ടിപ്ലയർ മെക്കാനിസത്തിലൂടെ തന്നെ ചെയ്ത് കണക്ക് ചോദിക്കണമെന്നൊന്നുമില്ല. നിങ്ങളോട് മൾട്ടിപ്ലയർ മെക്കാനിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എത്രയാണോ നമ്മുടെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ചെയ്തിട്ടുള്ള ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എത്രയാണ് ചേഞ്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എത്ര ചേഞ്ച് വരുന്നു ആ ചേഞ്ച് ഇൻറ്റു 5 ആണ് ഏകദേശം എന്ത് വരിക? മൾട്ടിപ്ലയർ മെക്കാനിസം വരിക. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഉണ്ടായിരുന്നത് 10 ആയിരുന്നു. എത്രയാണ് മൾട്ടിപ്ലയർ മെക്കാനിസം? 5 വരുമ്പോൾ 50. അപ്പോൾ നമുക്ക് 200 എന്നുള്ളത് 250 ആയത് എങ്ങനെയാണ് എന്നുള്ളതാണ് മൾട്ടിപ്ലയർ പ്രോസസ്സ്. ഇത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറില്ല. മൾട്ടിപ്ലയർ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാറില്ല. അപ്പോൾ നിങ്ങളതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്. ദെൻ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ എന്താണ്? ദ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടു ചേഞ്ച് ഇൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഔട്ട്പുട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ഏതിൽ വരുന്നതാണ്? ഒരു ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിൽ വരുന്നതാണ് ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടു. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലയറിനെ കെ എന്നുള്ള ഡിനോട്ട് ചെയ്യുന്നു. കെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ
y by delta I. ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച്, ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറിൽ എത്ര ചേഞ്ച് വരുന്നു അതിനനുസരിച്ച് ഇൻകത്തിൽ എത്ര മാറ്റം ഉണ്ടായി. അപ്പോൾ നമുക്കറിയാം നേരത്തെ ഉള്ള കണക്കിൽ 10 രൂപയാണ് നമ്മൾ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ചേഞ്ച് ചെയ്തത്. അതുകൊണ്ട് എത്ര മൾട്ടിപ്ലയർ ഉണ്ടായി? 50 എന്നുള്ള രൂപത്തിലേക്ക് ഇതുണ്ടായി. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലയർ, ഇപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്ലയർ ഈ കണക്ക് പ്രകാരം മൾട്ടിപ്ലയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഇൻകത്തിൽ വരുന്ന ചേഞ്ച്, നമുക്കൊരു കണക്ക് ഇതിനോട് ബേസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി വയ്ക്കുക. മാത്തമാറ്റിക്കലി ദ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഈസ് ഇക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ഡാഷ്, ദാറ്റ് ഈസ് ഇതല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനോ അതല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ 1/1 മൈനസ് MPC എന്നുള്ള ഇക്വേഷൻ കൊടുക്കാം, ഓർ 1/1 എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. 1/1 മൈനസ് MPCയോ 1/1 മൈനസ് MPSോ 1/MPSോ അതല്ലെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ഡാഷോ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? മൾട്ടിപ്ലയർ എന്നുള്ളതിന് വേണ്ടി ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ മൾട്ടിപ്ലയറിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളതിനെ കെ എന്നതാണ് അതിനെ ഡിനോട്ട് ചെയ്തത്. കെ എന്നുള്ളത് ഡിനോട്ട് ചെയ്യണം. കെ ഇസ് ഇക്വൽ ടു 1/1 മൈനസ് MPC, MPCൻ്റെ സി എന്നാണ്, ഓർ 1/MPS എന്നുള്ളതാണ് മൾട്ടിപ്ലയർ കണ്ടെത്തേണ്ട ഇക്വേഷൻ. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ദ സൈസ് ഓഫ് ദ മൾട്ടിപ്ലയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് MPC. ആസ് MPC ഇൻക്രീസസ് ദ മൾട്ടിപ്ലയർ ആൾസോ ഇൻക്രീസസ്. അപ്പോൾ MPC വർദ്ധിച്ചാൽ, ഇത് ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻസറാണ്, MPC ഇൻക്രീസ് ചെയ്താൽ മൾട്ടിപ്ലയറും ഇൻക്രീസ് ചെയ്യും. MPC ഇൻക്രീസ് ചെയ്താൽ മൾട്ടിപ്ലയർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കണക്കുകളൊന്ന് ചെയ്യാം. മൾട്ടിപ്ലയറുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നോക്കുക. അതിൽ ഫസ്റ്റ് മൾട്ടിപ്ലയർ കണ്ടെത്തേണ്ട ഇക്വേഷൻ കെ ഈസ് ഇക്വൽ ടു നിങ്ങൾക്കറിയാം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ എന്നുള്ള അല്ലെങ്കിൽ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണക്കാണ്. അതിനെ ആ കണക്കൊന്ന് ഞാൻ ഇവിടെ വായിക്കാം. ദ ഫസ്റ്റ് പ്രോബ്ലം, വെൻ ഇന്ത്യാസ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ഫ്രം 100 to 150, 100 കോടിയിൽ നിന്ന് 150 കോടിയായിട്ട് ഇന്ത്യയുടെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു. അതിൻ്റെ കാരണം കൊണ്ട് നാഷണൽ ഔട്ട്പുട്ട് ഇൻക്രീസ്ഡ് ഫ്രം 700 crores to 900 crores. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം 700 കോടിയിൽ നിന്ന് 900 കോടിയായിട്ട് വർദ്ധിച്ചു. ഫൈൻഡ് ദ മൾട്ടിപ്ലയർ. അപ്പോൾ മൾട്ടിപ്ലയർ കണ്ടെത്തേണ്ട ഇക്വേഷൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണ്. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എത്രയാണ്? 900 മൈനസ് 700 എത്രയാണ്? 200. ഇപ്പോൾ 200 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്പെൻഡിച്ചർ. ഡെൽറ്റ എക്സ്പെൻഡിച്ചർ എത്ര? 100ൽ നിന്ന് 150. അപ്പോൾ therefore 50. ഇപ്പോൾ എത്ര വരുന്നു? 4. ഇപ്പോൾ മൾട്ടിപ്ലയറിൻ്റെ ആൻസർ എത്ര? K is equal to 4 എന്നുള്ള ആൻസർ കിട്ടി. അടുത്തൊരു ടൈപ്പ് MPC തന്നിട്ട് രണ്ടാമത്തെ ഒരു ടൈപ്പാണ്. ദ സെക്കൻഡ് ടൈപ്പ്, ഫൈൻഡ് ദ മൾട്ടിപ്ലയർ ഇഫ് MPC is equal to 0.8. അപ്പോൾ MPC കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ K is equal to ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഓർ 1/1 മൈനസ് MPC എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്, ഓർ 1/MPS എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും ഇക്വേഷൻ നമുക്ക് കണക്ക് തരുന്നതിനനുസരിച്ച് ഇക്വേഷൻസ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ MPC ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ MPC ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ 1/1 മൈനസ് MPC എന്ന് പറഞ്ഞാൽ 0.8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 മൈനസ് 0.8 എന്ന് പറഞ്ഞാൽ 0.2. അപ്പോൾ എത്ര വരുന്നു? 5 എന്നുള്ള ആൻസർ കിട്ടി. 1/0.2 എന്നുള്ളത് 5 തന്നെ. ദെൻ അടുത്തത് കണക്ക് MPS ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ MPS തന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലയർ കണ്ടെത്തേണ്ട ഇക്വേഷൻ 1/MPS എന്നാണ് ഇക്വേഷൻ. 1/MPS എന്ന് പറഞ്ഞാൽ 1/0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. MPC വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊണ്ട് മൾട്ടിപ്ലയർ എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിച്ചുകൊണ്ടിരിക്കും. MPC വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊണ്ട് MPC വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ MPC ആദ്യം 0.8 ആയിരുന്നു, മൾട്ടിപ്ലയർ 5 ആയിരുന്നു. 0.5 ആയിട്ട് ഇത് കുറഞ്ഞപ്പോൾ മൾട്ടിപ്ലയർ എന്ത് ചെയ്തു? 2 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ MPC വർദ്ധിക്കും തോറും മൾട്ടിപ്ലയറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷനും നടന്നുകൊണ്ടിരിക്കും. ദെൻ അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ്. പാരഡോക്സ്, വൈരുദ്ധ്യം. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഓരോ വ്യക്തികളും സേവിങ് നടത്താൻ തുടങ്ങിയാൽ രാജ്യത്തിൻ്റെ നാഷണൽ സേവിങ്ങിന് എന്ത് സംഭവിക്കും? കോമൺ ആയിട്ട് പെട്ടെന്നൊരു മറുപടി പറയാം. നമ്മൾ ഓരോരുത്തരും കൺസംഷൻ അല്ലെങ്കിൽ സേവിങ് നടത്തിയാൽ
പെട്ടെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം സമ്പാദ്യം വർദ്ധിക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മുടെ മൈൻഡിൽ വരിക. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും സേവിങ് നടത്തിയാൽ, സമ്പാദിക്കാൻ ശ്രമിച്ചാൽ രാജ്യത്തിൻ്റെ നാഷണൽ സേവിങ് ഒന്നുകിൽ കുറയുകയോ അതല്ലെങ്കിൽ മാറ്റമില്ലാതെ ഇരിക്കുകയോ ചെയ്യുന്നു എന്നതാണ് ഇതിലെ പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. The common assumption is that if the saving of all the people increases, നമ്മുടെ ഓരോ വ്യക്തിയുടെയും സമ്പാദ്യം വർദ്ധിപ്പിച്ചാൽ the total saving of an economy will increase. നമ്മൾ സാധാരണ വിചാരിക്കും അങ്ങനെ ഇൻക്രീസ് ആകുമെന്നാണ്. പക്ഷേ in the effect എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ നോക്കാം. in the effect it will not so അതേപോലെ സംഭവിക്കണം എന്നില്ല. It is a paradox. അതാണ് ഇതിലെ പാരഡോക്സ് എന്ന് പറയുന്നത്. For all the people in an economy increases the proportion of income they save, the total value of saving in the economy will not increase. നമ്മൾ ഓരോരുത്തരും സമ്പാദിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്ത സമ്പാദ്യം എന്ത് ചെയ്യണമെന്നില്ല, ഒരേപോലെ ഉയരണമെന്നില്ല. ഇറ്റ് വിൽ ബി ഐദർ ഡിക്ലൈൻ, ഒന്നുകിൽ കുറയാനോ അതല്ലെങ്കിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ആവാനോ ഒക്കെയാണ് കാരണം. ദിസ് ഈസ് നോൺ ആസ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് വിളിക്കുന്നു. ഞാനിപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. The paradox of thrift state that as the people become more and more thrifty, ഈ definition പഠിക്കണം. The paradox of thrift state that as people become more and more thrifty, they end up saving less or the same as before. നമ്മൾ ഓരോരുത്തരും സമ്പാദിക്കാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ അവിടെ കൺസംഷൻ്റെ ലെവൽ കുറയല്ലേ. അപ്പോൾ അത് നാഷണൽ സേവിങ്ങിൽ എല്ലായ്പ്പോഴും കുറച്ചിലേ ഉണ്ടാക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുറവാണ് സംഭവിക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് പറയാം. നമ്മൾ ഓരോരുത്തരും സേവിങ് നടത്തുന്നു എന്ന് പറഞ്ഞു. സപ്പോസ് ദ സേവിങ് ഓഫ് എ പീപ്പിൾ ഇൻക്രീസസ്. നമ്മൾ ഓരോരുത്തരും സേവിങ് നടത്തിയാൽ, സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ, സേവിങ് ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിങ് ഇൻക്രീസ് ആകും. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ സേവിങ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിങ് വർദ്ധിക്കില്ലേ? ഇപ്പോൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി സേവിങ് വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കുന്നു? കൺസംഷൻ എന്ത് ചെയ്യുന്നു? കൺസംഷൻ ഡിക്രീസ് ആവില്ലേ? കൺസംഷൻ കുറയും. അതായത് നമ്മുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നുള്ളത് ഡിക്രീസ് ആകും, നമ്മളുടെ കൺസംഷൻ കുറയും. അപ്പോൾ കൺസംഷൻ കുറഞ്ഞാൽ ആ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡ് കുറയില്ലേ? ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് തീരുമാനിക്കും? പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാം, അതുമല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ അതിലെ ജോലിക്കാരുടെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ്റെ എന്ത് ചെയ്യാം? പേയ്മെൻറ്റുകൾ, അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റുകൾ കുറയ്ക്കാം. അപ്പോൾ പേയ്മെൻറ്റുകൾ കുറയ്ക്കുമ്പോൾ ഫാക്ടറീസ് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ലേബർ എന്ന് പറഞ്ഞ ആളുടെ പേയ്മെൻറ്റ് കുറച്ചാൽ അയാളുടെ വേജ് സാലറി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആവും. വേജ് ഡിക്രീസ് ആവില്ലേ? അപ്പോൾ വേജ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻകം എന്തായിരിക്കും? അവർക്ക് കിട്ടുന്ന വരുമാനം എന്തായിരിക്കും? കുറയും. വരുമാനം കുറഞ്ഞാൽ അവരുടെ സേവിങ് എന്താവും? കുറയാനല്ലേ സാധ്യത. നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? സേവിങ് വർദ്ധിക്കുന്നു എന്നുള്ള രീതിയിൽ തുടങ്ങി, പക്ഷെ നമുക്ക് അവസാനം എവിടേക്ക് എത്തി? സേവിങ് കുറയുന്നു എന്നുള്ള രീതിയിലേക്ക്. അതാണ് ഇതിലെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. സേവിങ് വർദ്ധിക്കുമ്പോൾ മാർജിൻ പ്രൊപ്പൻസിറ്റി സേവിങ് വർദ്ധിക്കുന്നു, കൺസംഷൻ കുറയുന്നു, MPC കുറയുന്നു, ഡിമാൻഡ് കുറഞ്ഞാൽ പ്രൊഡക്ഷൻ കുറഞ്ഞ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്ന പേയ്മെൻറ്റുകൾ കുറയുന്നു, പേയ്മെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വേജസ് കുറയുന്നു, വേജ് കുറയുമ്പോൾ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ സേവിങ് സമ്പാദിക്കുന്നത് കുറയും. അപ്പോൾ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലി സേവിങ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ കൺസംഷൻ കുറയുന്നതിൻ്റെ കാരണം കൊണ്ട്, ഇഫക്റ്റിൻ്റെ കാരണം കൊണ്ട് നാഷണൽ സേവിങ് കുറയാനാണ് സാധ്യത എന്നതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്നത്. ദെൻ അടുത്തത് ഇതിലെ ചില കൺസെപ്റ്റുകളാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ചില കൺസെപ്റ്റുകളും കൂടെ ഒന്ന് പറയാം. ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് ലെവൽ ഓഫ് ഇൻകം വേർ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഫുള്ളി എംപ്ലോയ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്.
ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള എല്ലാത്തിനെയും ഫുൾ എംപ്ലോയ്മെൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ, മുഴുവനായിട്ട് ജോലി നൽകുന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ദാറ്റ് ഈസ് ദ ഇൻകം ലെവൽ വെർ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ fully employed in the production process. The equilibrium level of output may be more or less than the full employment level of output. അപ്പോൾ equilibrium level of output may be more or less than the full employment level of income. അപ്പോൾ full employment എന്ന് പറയുന്ന ടേം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. Then deficient demand ആണ്. The equilibrium level of output is less than the full employment level of output is, this is situation is called deficient demand. അപ്പോൾ അഗ്രിഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യം ഒന്നുകൂടി പറയാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ട്, അഗ്രിഗേറ്റ് സപ്ലൈ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഡയഗ്രാം വരച്ചിട്ട് കൊടുക്കാമെങ്കിൽ ഇത് അഗ്രിഗേറ്റ് സപ്ലൈ, ഇത് അഗ്രിഗേറ്റ് ഡിമാൻഡാണ്. അപ്പോൾ ഇവിടുത്തെ ഇത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ വരുന്നു. ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ ആകുമ്പോൾ നമ്മൾ എക്സസ് ഡിമാൻഡ് എന്ന് പറയാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ വരുമ്പോൾ എക്സസ് ഡിമാൻഡും, ഇവിടെ അഗ്രിഗേറ്റ് സപ്ലൈ ഗ്രേറ്റർ ദാൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണെങ്കിൽ എന്തെന്ന് പറയുന്നു? ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ് പറയുന്നു. അപ്പോൾ ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് കോൾഡ്, ദിസ് സിറ്റുവേഷൻ ഈസ് കോൾഡ് ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം അഗ്രിഗേറ്റ് സപ്ലൈ ഗ്രേറ്റർ ദാൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിഷ്യൻറ്റ് ഡിമാൻഡും, then excess demand എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ വരുന്ന ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ദി സിറ്റുവേഷൻ ഈസ് കോൾഡ് എക്സസ് ഡിമാൻഡ് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ പഠിപ്പിച്ചു തന്ന ഈ തിയറിക്ക് അനുസരിച്ച് കൊണ്ട് ചില മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ വരുന്ന നമുക്ക് റിവിഷൻ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ഇതിലെ പ്രോബ്ലങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.